شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب عليه توكلت وإليه أنيب عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. قال الله سبحانه وتعالى في قرآنه المجيد بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. وقال النبي صلى الله عليه وسلم أكثروا ذكر هادم اللذات تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر وكم من صغار يرتجى طول عمره وقد دخلت أجسادهم ظلمة القبر وكم من صحيح مات من غير علة وكم من سقيم عاش حينا من الدهر قدمتني مشربي كلمتني يا نبي ليزيد الحب مني أن أزورك نبي من فضلا منك لقيا وجهكم خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله أما بعد فاعلموا أمة سيدنا ومولانا محمد ബഹുമാന ആദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഉസ്താദ് അവർകൾ നമ്മുടെ ഈ മജ്‌ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ തഹ്ഫീദുൽ ഖുർആൻ കോളേജിന്റെ ഉസ്താദുമാർ, മുദരിസുമാർ,
നമ്മുടെ ഈ മജ്ലിസ് സംഘടിപ്പിക്കുകയും ഇവിടുത്തെ ഓരോ ചലനങ്ങൾക്കും വേണ്ട വിധം ഇടപെടുകയും ചെയ്യുന്ന ഇതിന്റെ കാര്യദർശികൾ, ഇതിന്റെ പരിപാലന സമിതി, സർവാത്മന എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള നാട്ടുകാരെ, ഉമ്മബെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻകാല ജീവിതങ്ങളിൽ സംഭവിച്ചു പോയ സർവമാന പാപങ്ങളും ദോഷങ്ങളും പുറത്തു തരുമാറാകട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ കാരണം കൊണ്ട് നമ്മുടെ ശിഷ്ടകാല ജീവിതം അല്ലാഹു അവന്റെ പൊരുത്തത്തിലും ത്വഅത്തിലും റിളയിലുമായി ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് തആല ഔദാര്യം ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ട് ഖബറുകളിലുള്ള ഒരുപാട് പേർ, നമ്മളെ പോറ്റി വളർത്തിയവർ, ആറ്റുനോറ്റു കൂടെ നിന്നവർ, പഠന വഴിയിലും മറ്റുമൊക്കെ സഹായിച്ചവർ, നമ്മുടെ ഓരോരുത്തരുടെയും വേണ്ടപ്പെട്ട പലരും ഖബറിലാണ്. അല്ലാഹു അവരുടെ എല്ലാം ഖബറിൽ ആനന്ദം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസ് അല്ലാഹു അവർക്ക് ഈനാസാക്കി കാണിച്ച് സന്തോഷം പകരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മഹാനായ മഞ്ഞപ്പാറ തങ്ങളുപ്പ എന്ന പേരിൽ നമ്മുടെ ഈ മേഖലകളിലൊക്കെയും പ്രശസ്തി ആർജിച്ച സയ്യിദ് അവർകൾ, മഹാനവർകളുടെ ആണ്ടനുസ്മരണത്തിന്റെയും സ്വലാത്ത് വാർഷികത്തിന്റെയും മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാളെ ഇൻഷാ അല്ലാഹ് പ്രൗഢോജ്ജലമായ മജ്ലിസ് മഹാനായ മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് അവർകളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഇത്തരുണത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ മലയോര പ്രദേശത്ത് ഇങ്ങ് ഉള്ളിന്റെ ഉള്ളിൽ മറവിട്ടു കിടക്കുന്ന മഹാനായ മഞ്ഞപ്പാറ തങ്ങളുപ്പ എന്ന മഹാനവറുകളുടെ പേരിൽ അവിടുന്ന് വഫാത്തായതിനു ശേഷം ഒരുപാട് കൊല്ലങ്ങൾ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ആ കൊല്ലങ്ങൾക്ക് ശേഷം ഇന്നും മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുകയും അവിടത്തെയുടെ മഹത്വങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം, എന്തുകൊണ്ടാണ് സയ്യിദ് അവർകളെ സംബന്ധിച്ച്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇപ്പൊ 27 വർഷം കഴിഞ്ഞ് 27ാമത്തെ ആണ്ടാണ് നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നതെങ്കിൽ, എന്തുകൊണ്ട് സയ്യിദ് അവർകളുടെ കാലത്ത് ജീവിച്ചിരുന്ന മറ്റു പലരും ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് സമ്പത്തുള്ള സമ്പന്നന്മാർ അന്ന് തങ്ങളോടൊപ്പം ജീവിച്ചവരിൽ ഉണ്ടാകാം. പക്ഷേ എന്തുകൊണ്ട് ഇന്നും തങ്ങളവർകളെ നമ്മൾ അനുസ്മരിക്കുന്നു? അതിന്റെ പിന്നിൽ നമുക്ക് കൊടുക്കാൻ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. സയ്യിദ് അവർകൾ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിച്ച ആളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞുകൊണ്ട് ജീവിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം സിരകളിലൂടെ പ്രവഹിച്ചിരുന്ന ബഹുമാനിതനായ ഒരു സയ്യിദായിരുന്നു. മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടിയായിരുന്നു എന്ന ബന്ധമാണ് നമുക്കവരോടുള്ള ബന്ധം. അല്ലാഹു തആല അവരുടെ ദറജാത്തുകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് എന്ത് മൂല്യങ്ങളുണ്ടോ, അവൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ, അതൊക്കെയും ഇവിടെ നശിച്ചു പോകും, നശ്വരമാണ്. ഈ ദുനിയാവ് തന്നെ നശ്വരമാണ്. നമ്മൾ നേടിയെടുത്ത നമ്മുടെ സ്റ്റാറ്റസും നമ്മൾ നേടിയെടുത്തത് മുഴുവനും നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ ദുനിയാവിനോട് വിട പറഞ്ഞു പോകേണ്ടവരാണ്. അപ്പൊ ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഒരാളുടെ മരണത്തോടു കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ മരണത്തോടു കൂടിയാണ് ഒരാൾ എങ്ങനത്തെ വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഞാൻ ആമുഖം നീട്ടിപ്പറയുകയല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ ദുനിയാവിനോട് വിട പറയേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൂട്ടുകാരോടും മറ്റുള്ളവരോടും സലാം പറയാൻ പോലും ചിലപ്പോൾ അവസരം ലഭിക്കാതെ ദുനിയാവിൽ നിന്ന് നാടു നീങ്ങേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ നിങ്ങളോട് ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഏതെങ്കിലും വാറോലയല്ല, മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരു സംഭവമാണിത്. ഒരു ദ്വീപിൽ 3 കൂട്ടുകാർ ജീവിച്ചിരുന്നു.
ഒരു ദ്വീപിൽ 3 കൂട്ടുകാർ ജീവിച്ചിരുന്നു. അവർ 3 പേരും സൗഹൃദത്തിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ദ്വീപിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്, മറ്റൊരു നാട്ടിലേക്ക് പോകാൻ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം ആ നാട്ടിൽ നിന്ന് വിട പറഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന 2 കൂട്ടുകാർ, അതിൽ ഒരാളുമായി ഇദ്ദേഹം നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. എപ്പോഴും അദ്ദേഹത്തോടൊപ്പമാണ് ഈ സുഹൃത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വിഷമത്തിലും സങ്കടങ്ങളിലുമെല്ലാം കൂടെ നിൽക്കുന്ന കൂട്ടുകാരനാണ് അദ്ദേഹം. മറ്റൊരു കൂട്ടുകാരനുണ്ട്. ഇദ്ദേഹത്തിനുള്ള 3 കൂട്ടുകാരിൽ രണ്ടാമത്തെ കൂട്ടുകാരന്റെ പ്രത്യേകത, അദ്ദേഹത്തിനെ കാണുമ്പോൾ നല്ല നിലക്ക് സഹകരിച്ച് അദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് തന്നെയാണ് എന്ന് പറയാൻ പറ്റിയ രൂപത്തിലുള്ള ആളാണ്. മൂന്നാമതൊരു കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് വഴിയരികിൽ കാണുമ്പോൾ ഒന്ന് സലാം പറയുന്ന ബന്ധം മാത്രമേ അദ്ദേഹവുമായിട്ടുള്ളൂ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ മനുഷ്യൻ ആ 3 കൂട്ടുകാരെയും പിരിഞ്ഞുകൊണ്ട് ഈ ദ്വീപിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. മറ്റൊരു നാട്ടിലേക്ക് ഇനി തിരിച്ചു വരുന്നില്ല. ആ നാട്ടിൽ നിന്ന് തിരിച്ചു വരിയാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട്, സുഹൃത്തിനോട് ചെന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ഇവിടെ നിന്ന് നാട് വിടാൻ പോവുകയാണ്. ഈ നാട്ടിൽ നിന്ന് ഞാൻ അങ്ങ് അകലെയുള്ള ഒരു നാട്ടിലേക്ക് പോകാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്റെ കൂടെ വരാൻ സന്നദ്ധനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഏറ്റവും അടുത്ത സുഹൃത്ത് പറയുകയാണ്, എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ സാധിക്കുകയില്ല. എനിക്കൊരുപാട് തിരക്കുകളുണ്ട്. ഒരുപാട് തിരക്കുകളുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങളോടൊപ്പം അന്ന് വരാനോ, അന്ന് ചിലപ്പോ നിങ്ങളെ കാണാൻ പോലും, കണ്ടുമുട്ടിയൊന്ന് സലാം പറഞ്ഞയക്കാൻ പോലും എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ വലിയ വിഷമമായി. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന സുഹൃത്താണ് ഈ വർത്തമാനം പറയുന്നത്. രണ്ടാമത്തെ സുഹൃത്തിന്റെ അരികിലേക്ക് ഈ മനുഷ്യൻ നടന്നു ചെല്ലുകയാണ്. നടന്നു ചെന്നിട്ട് ചോദിച്ചു, സുഹൃത്തെ, ഞാൻ ഈ ദ്വീപ് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. അതിനുള്ള യാത്രാ സാമഗ്രികളൊക്കെ ഞാൻ ഒരുക്കി ഞാൻ പോവാൻ പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ രണ്ടാമത്തെ സുഹൃത്തുമായിട്ട് ആദ്യത്തെ ആളിനോടുള്ള അത്രയും ബന്ധം രണ്ടാമത്തെ ആളിനോടുണ്ടായിരുന്നില്ല. എന്നാലും ആ രണ്ടാമത്തെ സുഹൃത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ കപ്പൽ കയറ്റി അയക്കാൻ വേണ്ടി അതേ കടൽ തീരത്ത് വരെ ഞാൻ നിങ്ങളെയും കൊണ്ടുവരാമെന്ന് ആ രണ്ടാമത്തെ സുഹൃത്ത് അവിടെ നിന്ന് പറയുകയാണ്. ഇദ്ദേഹത്തിന് അത്ഭുതം തോന്നി. രണ്ടാമത്തെ സുഹൃത്തുമായിട്ട് വലിയ ബന്ധമില്ലായിരുന്നല്ലോ. എന്നിട്ടും അദ്ദേഹം പറയുന്നത്, നിങ്ങൾ യാത്ര ചെയ്യുന്ന ആ കടൽ തീരം വരെ നിങ്ങളെ കൊണ്ടാക്കാൻ, യാത്രയാക്കാൻ ഞാൻ വരാമെന്ന് പറയുന്നു. മൂന്നാമത്തെ സുഹൃത്തിന്റെ അരികിലേക്ക് ചെന്നു. മൂന്നാമത്തെ സുഹൃത്തുമായി കണ്ടാലൊന്ന് സലാം പറയുന്ന ബന്ധം മാത്രമേ ഉള്ളൂ. ആ സുഹൃത്തിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോ അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളോടൊപ്പം എവിടേക്കും വരാൻ ഞാൻ സന്നദ്ധനാണ്. ഞാൻ നിങ്ങളോടൊപ്പം വരാം. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ പിരിയാൻ എനിക്ക് സാധിക്കുകയില്ല. നിങ്ങളോടൊപ്പം ഞാൻ വരാമെന്ന് പറയുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആരാണ് ഈ 3 കൂട്ടുകാർ? നമ്മൾ ഈ ജീവിതത്തിന്റെ, ദുനിയാവിന്റെ ജീവിതത്തിന്റെ നൈമിഷികതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആ ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ, മാലുക്ക, മഹാന്മാർ പരിചയപ്പെടുത്തുന്നു. നീ നിന്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചത് എന്തിനു വേണ്ടിയാണോ? രാവിലെ വീട്ടിൽ നിന്ന് മക്കളോട്, ഭാര്യയോട് പറഞ്ഞിറങ്ങിയത് എന്തിനു വേണ്ടിയാണ്? ആഖിറത്തിലേക്ക് സമ്പാദിക്കാനല്ല. നമ്മുടെ ദുനിയാവിൽ നമുക്കൊരു വീട് വേണം. ദുനിയാവിൽ നമ്മുടെ മക്കളെ കെട്ടിച്ചയക്കണം. ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്ന ഉദ്ദേശത്തിൽ എപ്പോഴും നമ്മൾ സ്നേഹത്തോടെ കൂടെ കൂട്ടിയ നമ്മുടെ സമ്പത്താണ്. അതിൽ ഒന്നാമത്തെ കൂട്ടുകാരൻ. നമ്മൾ മരിച്ച് ഖബറിങ്കലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സമ്പത്ത് നമ്മളെ അനുഗമിക്കുന്നു പോലുമില്ല. ആ സമ്പത്ത് ഖബറിന്റെ അരികിലേക്ക് പോലും വരുന്നില്ല എങ്കിൽ രണ്ടാമത്തെ കൂട്ടുകാരൻ ആരാണ്? സ്നേഹിച്ചു നമ്മളെ കൂടെ കൂട്ടിയ ആ മക്കൾ നമ്മൾ മരിച്ച് ഖബറിങ്കലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഖബറിന്റെ സമീപത്ത് വരെ നമ്മുടെ ആൺമക്കൾ കടന്നു വരും.
അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള ബന്ധുക്കൾ കടന്നു വരും. ഖബറിന്റെ അടുക്കൽ വരെ അവർക്ക് വരാൻ നിർവാഹമുള്ളൂ. ഖബറിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനോ അവിടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കാനോ അള്ളാഹു അവർക്ക് അനുമതിയോ കഴിവോ നൽകിയിട്ടില്ല. എന്നാൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ മൂന്നാമത്തെ സുഹൃത്ത് ഇടയ്ക്ക് മാത്രം നമ്മൾ കാണുകയും അപ്പോൾ ഒന്ന് സലാം പറഞ്ഞ് പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ആ മൂന്നാമത്തെ സുഹൃത്ത് ആരാണ്? നമ്മൾ ഏറ്റവും വലിയ യാത്രയാകുന്ന ഖബറിലേക്കുള്ള മഹ്ശറിലേക്കുള്ള യാത്രയുടെ തുടക്കം മരണത്തോടുകൂടി ആ യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം കണ്ട് സലാം പറയുന്ന, എന്നാൽ നമ്മളോടൊപ്പം ആ മഹ്ശർ വരെ കൂടെ വരാമെന്ന് പറയുന്ന സുഹൃത്ത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിസ്കരിച്ച നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സദഖകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതാണ് നമ്മളോടൊപ്പം ഖബറിലും നമ്മളോടൊപ്പം തന്നെ സഞ്ചരിക്കാമെന്ന് പറഞ്ഞ മൂന്നാമത്തെ കൂട്ടുകാരൻ എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ദുനിയാവിനോട് വിട പറയാൻ കാത്തു നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നമ്മൾ എന്താണ് കണക്കാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. മുഅ്മിനീങ്ങളെ, ഒരുപാട് നേരം സംസാരിച്ച് ഇവിടെ നമ്മളൊരു മുഷിപ്പ് സൃഷ്ടിക്കുന്നില്ല, മറിച്ച് വളരെ കുറഞ്ഞ സമയം നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വഅദിന്റെ മജ്ലിസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ പാവപ്പെട്ട മുതഅല്ലിമ് സംസാരിക്കുന്നത് കൊണ്ട് മുഅ്മിനീങ്ങളെ, എനിക്കിതിൽ ഒരു മാറ്റം വരണം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മാറ്റം വരണം, നന്മ വരണം. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനാത്തുകൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. ഈ മജ്ലിസിൽ പങ്കെടുത്ത കാരണം കൊണ്ട് നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന ചിന്തയിൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് സമ്പത്തുകൾ നൽകിയിട്ടുണ്ടല്ലോ. ഒരു അടിമയായിട്ട് മിസ്റിലേക്ക് കടന്നു വന്നയാളായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, നമുക്കറിയുമല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു പെട്ടക്കിണറ്റിന്റെ ഉള്ളിലേക്ക് സഹോദരങ്ങൾ അസൂയ കൊണ്ടിട്ടിട്ട് അവര് മടങ്ങി തിരിച്ചു പോകുന്നുണ്ടല്ലോ. ആ പൊട്ടക്കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് അതാ യാത്രാ സംഘം മിസ്റിലേക്ക് കച്ചവട സംഘം കടന്നു പോകുന്ന സമയത്ത് ആ കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് അവര് വെള്ളം കോരുന്ന സമയത്തതാ അതാ നല്ല സൗന്ദര്യം സ്ഫുരിക്കുന്ന മുഖമുള്ള ഒരു കുട്ടി ഇതാ കടന്നു വന്നിരിക്കുന്നു. തൊട്ടിയിലൂടെ മുകളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആ യാത്രാ സംഘം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടിമക്കമ്പോളത്തിൽ കൊണ്ടുചെന്നിട്ട് കച്ചവടം ചെയ്തല്ലോ. അവിടെ മഹാനവറുകളെ ഏറ്റെടുത്തത്, വാങ്ങിയത് അതാ ചെറിയ ദിർഹമുകൾ കൊടുത്തിട്ട്, വില കൊടുത്തിട്ട്. ആ നാട്ടിലെ രാജാവ് അല്ലെങ്കിൽ മന്ത്രിയാകുന്ന അസീസാണ് ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൈസ കൊടുത്ത് വാങ്ങിയത്. ആ അടിമയായി മിസ്റിൽ ജീവിതം തുടങ്ങിയ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അവസാന സമയത്തതാ മിസ്റിന്റെ ഭരണാധികാരിയായി മാറുകയാണ്. ചരിത്രം വിശാലമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭരണാധികാരിയായി പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടിട്ടിട്ട് കടന്നു കളഞ്ഞ സഹോദരങ്ങൾ അവസാനം അവരുടെ നാട്ടിൽ ക്ഷാമം ബാധിക്കുന്ന സമയത്ത് മിസ്റിലേക്ക് വരുന്നുണ്ടേ. അവരറിയുന്നില്ല ഇത് യൂസുഫ് നബിയാണെന്ന്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണവും കൊണ്ട് അവരവരുടെ നാട്ടിലേക്ക് നടന്നു പോകുന്ന ചരിത്രമുണ്ട്. ആ യൂസുഫ് നബി അലൈഹിസ്സലാം അവസാന സമയത്ത് അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുന്നൊരു ദുആ ഉണ്ട്.
رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സമ്പത്തൊക്കെ ഉണ്ടായിട്ട് അതിന്റെ പേരിൽ അഹങ്കരിച്ചില്ല. മഹാനവർകൾ പടച്ച റബ്ബിങ്കലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പറയുന്നു, റബ്ബേ റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, നീ എനിക്ക് ഒരുപാട് അധികാരം നൽകി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നവ്യാഖ്യാനം നടത്തേണ്ടത് എങ്ങനെയെന്ന് റബ്ബേ നീ എന്നെ പഠിപ്പിച്ചു തന്നു പക്ഷേ എനിക്കതുകൊണ്ടൊന്നും മതിയാകില്ല. നീ ദുനിയാവിൽ എന്നെ അധികാരിയാക്കിയിട്ടുണ്ട്. ഏത് സ്വപ്നത്തിന്റെയും വ്യാഖ്യാനം പറയാൻ നീ എനിക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. പക്ഷേ റബ്ബേ അതൊന്നും എന്റെ പ്രധാനപ്പെട്ട കാര്യമല്ല. ഞാൻ ഈ ദുനിയാവിനോട് വിട പറയുന്ന സമയത്ത് തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, റബ്ബേ ഞാൻ മരിക്കുന്ന സമയത്ത് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളോടൊപ്പം ഒന്ന് ചേർത്ത് തരണേ അല്ലാഹ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം അതാണ്. ഈ അധികാരമല്ല, മറ്റുള്ള കഴിവുകളല്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് മുസ്ലിമായൊന്ന് മരിക്കണം അല്ലാഹ്. അതിന് നീ ഉദവി തരണേ റബ്ബേ. ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാം ചെറിയ ആളാണോ? അള്ളാഹുവിന്റെ പ്രവാചകനാകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അവര് ജീവിതകാലത്ത് അവർക്കൊരു തെറ്റ് സംഭവിക്കുകയില്ല. അവരുടെ നുബുവത്തിന്റെ മുമ്പോ ശേഷമോ സംഭവിക്കുകയില്ല എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. എങ്കിൽ ആ അമ്പിയാക്കന്മാർ മഅസൂമിങ്ങളാണ്, പാപ സുരക്ഷിതത്വമുള്ളവരാണ്. ഒരു പാപവും അവരിൽ നിന്ന് സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ അല്ലാഹു തആല സ്വർഗം എന്തായാലും അവർക്ക് നൽകും എന്ന നിലയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നബിമാരെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേടിയാണ്, റബ്ബേ ഞാൻ മരിക്കുന്നത് എന്നറിയില്ല, മരിക്കുന്ന സമയത്ത് എനിക്ക് ഈമാന് നൽകണേ അല്ലാഹ്. അതാണ് യൂസുഫ് നബിയുടെ ഏറ്റവും വലിയ ആവശ്യം. വൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളായ നിന്റെ സജ്ജനങ്ങളോടൊപ്പം എന്നെയൊന്ന് ചേർത്തു തരണേ അല്ലാഹ്. ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾക്ക് നന്നാവാൻ ആഗ്രഹമുണ്ടോ? പടച്ച റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ വേണ്ടതെന്തെന്നറിയുമോ? നബിതങ്ങൾ തന്നെ നമുക്കൊരു മരുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ, നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കേണ്ട രീതി എങ്ങനെയെന്നറിയുമോ? അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, മോനെ
നിന്റെ സകലമാന സുഖങ്ങൾക്കും അറുതി വരുത്തി കളയുന്ന മരണത്തെക്കുറിച്ച് നീ കൂടുതൽ ചിന്തിക്കണേ. മരണത്തെ മറന്നു പോകുന്നൊരു ദിവസം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകരുതേ. അതുകൊണ്ടല്ലേ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കിസ്റ വിറയ്ക്കും കൈസറും ഞെട്ടുന്നതാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്ത് മുഴുവനും പ്രശസ്തി ആർജിച്ചിരുന്ന ഭരണാധികാരിയല്ലേ. അവിടത്തേക്ക് നല്ല ഒരു വാഹനമുണ്ടായിരുന്നില്ല, അവിടത്തേക്ക് കൊട്ടാരമുണ്ടായിരുന്നില്ല, അവിടത്തേക്ക് പരിണീമണികളായ അനുചരന്മാരോ അല്ലെങ്കിൽ തോഴിമാരോ ഉണ്ടായിരുന്നില്ല, പാറാവുകാരുണ്ടായിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തിരക്കിക്കൊണ്ട് പല നാടുകളിൽ നിന്നുള്ള ഭരണാധികാരികൾ ഉമർ എന്ന് പറയുന്ന ലോകത്തെ മുഴുവനും വിറപ്പിക്കാൻ മാത്രം സ്ഥൈര്യമുള്ള ആൺകുട്ടിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നതിന് വേണ്ടിയതാ മദീനയിലേക്ക് കടന്നു വരുമ്പോ പരിവാരങ്ങളില്ല, കൂടെ ആരുടെയും അകമ്പടിയില്ലാതെ നുറുമ്പിയ ഒരു വസ്ത്രവും ധരിച്ചുകൊണ്ട് ഫഖീറിനെ പോലെ ജീവിക്കുന്ന അതാ തെരുവിലൂടെ നടന്നുകൊണ്ട് പാവങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞതെങ്കിൽ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാസത്തിൽ ശമ്പളം നിശ്ചയിച്ചിട്ട് ഒരു മനുഷ്യനെ നിർത്തിയിരിക്കുകയാണ്. എന്തിനാ? മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ. ഉമറേ, നീ മരിക്കും. ഉമറേ, നിന്റെ അധികാരം നഷ്ടപ്പെടും. ഉമറേ, നീ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടി വരും. മുഅ്മിനീങ്ങളെ ആലോചിച്ചു നോക്കൂ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശമ്പളം കൊടുത്തിട്ട് ഒരു മനുഷ്യനെ നിർത്തിയിരിക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബിനോട് മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഹ്വാനം നൽകിയത്? മറ്റൊന്നുമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അധ്യാപനം തന്നെയാണ്. അക്സിറൂ ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങൾക്കും അറുതി നിശ്ചയിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് വല്ലാതെ നിങ്ങൾ ഓർക്കണം എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്. അതിനെ എന്റെ ജീവിതത്തിൽ അത് ഞാൻ ഏറ്റെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൈസ കൊടുത്തിട്ട് ഒരാളെ നിർത്തിയത്. മുഅ്മിനീങ്ങളെ ആലോചിച്ചു നോക്കൂ, നമ്മൾ മരണത്തെക്കുറിച്ച് എപ്പോഴാണ് ചിന്തിക്കുക? ഒരാൾ മരണപ്പെട്ട് അദ്ദേഹത്തെ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറക്കാൻ നേരം നമ്മൾ അതിന്റെ സമീപത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മരിക്കുമെന്ന ചിന്ത നമ്മുടെ കൽബിലേക്ക് വരുന്നില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള ഉമ്മമാരെ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു പോയാൽ ഉമ്മമാരൊന്ന് കരയും. പക്ഷേ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചിന്ത നമ്മൾ മറന്നു. നമ്മൾ മരിക്കുമെന്ന ചിന്ത നമ്മളെ സ്വാധീനിക്കുന്നില്ല, നമ്മളെ അത് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന നമ്മളെ നന്നാകാനുള്ള മരുന്നാണ് മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക എന്നത്. അതാ മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എന്താണ് ആ വർത്തമാനമെന്നറിയോ? ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ, മോനെ, നീ നേരം പുലർന്ന് ജീവനോടെ ഉണ്ടായിരുന്നാൽ നീ മരിക്കുന്ന സമയത്ത് ദുനിയാവിൽ ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നിനക്ക് വേണ്ട. നേരം പുലർന്ന സമയത്ത് നീ ആരോഗ്യത്തോടുകൂടെ ഒരു അസുഖവുമില്ലാതെ ആരോഗ്യത്തോട് ദൃഢഗാത്രനായിട്ട് നീ ജനിച്ചിട്ടുണ്ട്, പുലർന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നീ വൈകുന്നേരമാകുന്ന സമയത്ത് ദുനിയാവിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് നിനക്ക് വേണ്ട. വഇദാ അംസൈത ഫലാ തൻതളിരി الصباح,
മോനെ, നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ വൈകുന്നേരത്ത് നീ ആനന്ദത്തോടെ നിന്റെ ശരീരത്തിനൊരു കുഴപ്പവുമില്ലാതെ നീ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും നിനക്ക് നേരം പുലരുന്ന സമയത്ത് ജീവനോടെ നിനക്ക് കണ്ണു തുറക്കാൻ കഴിയുമെന്ന് നീ ഉറപ്പിക്കണ്ട. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ, നമ്മൾ എത്രയോ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. രാത്രി കിടന്നിറങ്ങിയ മനുഷ്യന്മാർ നേരം പുലരുന്ന സമയത്ത് കണ്ണു തുറക്കുന്നില്ല. അവര് മൗത്തായി പോയ ചരിത്രങ്ങൾ ദിനം പ്രതി നമ്മൾ വായിച്ചറിയുകയല്ലേ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? തസവ്വദ് മിനത്ത് തഖ്വാ فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. മോനെ, നീ തഖ്വ സമ്പാദിക്കണേ. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിലേക്ക് നീ കടത്തിക്കൊണ്ടുവരണേ. കാരണം ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ലല്ലോ രാത്രിയായി കഴിഞ്ഞാൽ നേരം വെളുക്കുന്ന നേരം ദുനിയാവിൽ നീ ഉണ്ടോന്ന് നിനക്കറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് നീ ദുനിയാവിന് വേണ്ടി സമ്പാദിച്ചോളൂ, പക്ഷേ ആഖിറത്തിന് വേണ്ടിയുള്ള നിന്റെ സമ്പാദ്യം കുറഞ്ഞു പോകണ്ട. നിന്റെ ഒരു ഫർള് നിസ്കാരം ഒഴിഞ്ഞു പോകണ്ട. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വകം മിൻ ഫതൻ അംസാ വസ്ബാഹ ലാഹികാ وقد نوسجت أكفانه وهو لا يدري. എത്രയോ ചെറുപ്പക്കാരാണ് സന്തോഷത്തോടുകൂടി അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ അവരെ കഫൻ ചെയ്യാനുള്ള കഫൻ പുടവയുണ്ടല്ലോ അവരുടെ വീടിനടുത്തുള്ള കടയിൽ നെയ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അടുത്ത ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ നേരം അവനെ ഉടുപ്പിക്കാനുള്ള കഫൻ പുടവയുണ്ടല്ലോ അത് നെയ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ നമ്മൾ അറിയുന്നില്ല മുഅ്മിനീങ്ങളെ, എന്റെ ഈ കാട്ടിലെ കുഴിയിലുള്ള മഞ്ഞപ്പാറ തങ്ങളുപ്പയുടെ ചാരത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾക്കും മരിച്ചു പോകണ്ടേ, ദുനിയാവിനോട് വിട പറയണ്ടേ. നമ്മുടെ കഫൻ തുണി ഏതെങ്കിലും ഒരു ഷോപ്പിൽ വന്ന് കിടക്കുന്നുണ്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഈ അടുത്തല്ലേ നഈം ഫൈസി എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ സനത് മേടിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് വിവാഹമുറപ്പിച്ചു. അവന്റെ നവവധു അവനെയും കാത്തു ഇരിക്കുകയാണ്. അവര് മധുവിധ പങ്കിടാൻ വേണ്ടി, ഒരുമിച്ചൊന്ന് ജീവിക്കാൻ വേണ്ടി സ്വപ്നം കണ്ട ഒരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി കാത്തിരുന്ന പ്രിയപ്പെട്ട നഈം ഫൈസി എന്ന ചെറുപ്പക്കാരൻ ഇന്ന് 6 അടി മണ്ണിന്റെ ഉള്ളിലല്ലേ ഉമ്മ. അവൻ വിചാരിച്ചിരുന്നു എനിക്ക് ഇപ്പൊ ഖബറിന്റെ ഉള്ളിലേക്ക് പോകേണ്ടി വരുമെന്ന് അവൻ ചിന്തിച്ചിരുന്നു. ചെറുപ്പക്കാരനല്ലേ, വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. അവൻ അത്രയും കാലം പഠിച്ച ഇൽമ് അവനിക്ക് വലിയ പ്രതിഫലമാക്കി അല്ലാഹു എത്തിച്ചു കൊടുക്കും. ആ നിലയ്ക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. പക്ഷേ സനത് വാങ്ങാനുള്ള ഒരു സാവകാശം പടച്ച റബ്ബ് കൊടുത്തിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് മുമ്പിനെ നമ്മൾ ആലോചിക്കേണ്ടത്. ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല എനിക്കിനി ഒരു 50 കൊല്ലം ജീവിക്കാൻ കഴിയുമെന്ന്, എനിക്കിനി ഒരു 10 കൊല്ലം ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയാൻ നമ്മളിൽ ഒരാൾക്കും കഴിയൂല. പടച്ച റബ്ബിന്റെ ഓർഡർ കടന്നു വന്നു കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅ, ഒരു സെക്കൻഡ് പടച്ചവന് പിന്തിച്ചു തരൂല്ല കേട്ടോ. വലാ യസ്തഖ്ദിമൂൻ,
ഒരു സെക്കൻഡ് പടച്ചവൻ മുന്തിക്കൂല്ല, ഒരു സെക്കൻഡ് പടച്ചവൻ പിന്തിക്കൂല്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുപോലെ ഞാൻ ഓർത്തുപോകുന്നു, നമ്മളോടൊപ്പം ഖാദിസിയിൽ ജൗഹരിക്ക് ഒരു കൊല്ലം പഠിക്കാനുണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഉവൈസ് ജൗഹരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അവൻ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരുപാട് ഉമ്മമാരെ കൊണ്ട്, പെങ്ങന്മാരെ കൊണ്ട്, മുഅ്മിനീങ്ങളെ കൊണ്ട് സ്വലാത്ത് ചെല്ലിപ്പിക്കുന്നവനായിരുന്നു. ആ സ്വലാത്ത് ചെല്ലിപ്പിച്ച് വർഷാവർഷം ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലിയവരെ നെറുക്കിട്ട് തീരുമാനിച്ച് അവൻ ഒരുപാട് സമ്പന്നരെ കണ്ട് പൈസ സ്വരുക്കൂട്ടിയിട്ട് ഉംറയ്ക്ക് വേണ്ടി ഫ്രീ ആയിട്ട് അവരെ സ്വലാത്ത് ചെല്ലിയവർക്കുള്ള സമ്മാനമെന്നോണം കൊണ്ടുപോകുമായിരുന്നു. അവൻ കഴിഞ്ഞ കൊല്ലം ദുനിയാവിനോട് വിട പറഞ്ഞു. പറയാൻ മാത്രം ഒരു അസുഖം അവനുണ്ടായിരുന്നില്ല. അവൻ ജോലി ചെയ്തിരുന്ന മസ്ജിദിന്റെ ഉള്ളിൽ അതാ രാത്രിയിൽ തലേ ദിവസം ഇശാ നിസ്കാരത്തിന് സന്തോഷത്തോടെ നേതൃത്വം നൽകി അവൻ തന്നെയാണ് അവിടെയുള്ള എല്ലാ കർമ്മങ്ങളും നടത്തുന്നത്. അവനെ അവിടെ ഒരു ഉസ്താദായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ചെറുപ്പക്കാരനായ ഉവൈസ് ജൗഹരി എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുഅ്മിനീങ്ങളെ രാത്രി വന്നവരോട് സന്തോഷത്തോടെ സംസാരിച്ചു. അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരോട് സംസാരിച്ചു. വീട്ടിലേക്ക് വിളിച്ചു സന്തോഷത്തോടെ ഉമ്മനോട്, പ്രിയമുള്ളവളോട്, കുടുംബക്കാരോട് സംസാരിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം പുലരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഉവൈസിന്റെ ബാങ്ക് കേൾക്കുന്നില്ല, ആ പണ്ഡിതന്റെ ബാങ്ക് കേൾക്കുന്നില്ല. സുബഹിന്റെ ബാങ്കിന്റെ സമയം കഴിഞ്ഞു. വീണ്ടും 5 മിനിറ്റ് ബാക്കിയുള്ളവര് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം. അടുത്ത വീട്ടിലുണ്ടായിരുന്ന തങ്ങന്മാരും അടുത്ത വീട്ടിലുണ്ടായിരുന്നവരും ആ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഉസ്താദ് ഉറങ്ങിപ്പോയതാണോ, അതല്ല ഫോണിലെ അലാറം വെക്കാൻ മറന്നുപോയതാണോ എന്ന് ചിന്തിച്ചിട്ട് അവര് കടന്നു വന്നതാ വാതിലിന് മുട്ടുകയാണ്. വാതില് തുറക്കുന്നില്ല. മുഅ്മിനീങ്ങളെ തള്ളി തുറന്നിട്ട് ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് പറയാനൊരു അസുഖമുണ്ടായിരുന്നില്ലാത്ത ഉവൈസ് ജൗഹരി എന്ന ചെറുപ്പക്കാരൻ ദുനിയാവിനോട് വിട പറഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ദിനം പ്രതി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന വർത്തമാനങ്ങൾ, വാർത്തകൾ അങ്ങനെ തന്നെയാണ്. എന്നാ നമ്മളും ഖബറിലേക്ക് പോകേണ്ടതെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. വകം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉംരിഹി വഖദ് ദഖലത് അജ്സാദും ദുൽമതൽ ഖബ്രി. എത്രയോ ചെറിയ ചെറിയ മക്കളാണ് ദുനിയാവിൽ ഇനി ഒരുപാട് കാലം അവർ ജീവിച്ചിരിക്കുമെന്ന്, ഇനിയും അവരിവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിപ്പോയ എത്രയോ ചെറിയ മക്കൾ നമ്മുടെ ചിറ്റൂർ പള്ളി മുസ്ലിം ജമാഅത്തിന്റെ അല്ലെങ്കിൽ ഇടവം മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനുകളിൽ കിടക്കുന്നില്ലേ? മുഅ്മിനീങ്ങളെ, കുറഞ്ഞ നാളുകൾക്ക് മുമ്പല്ലേ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അതാ സ്കൂളിൽ നിന്ന് പഠനം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് തിരിച്ച് നടന്നുപോയി ഒരുമിച്ച് നടന്നു പോയിക്കൊണ്ടിരുന്ന 5 പെൺകുട്ടികളിൽ 4 പേരുടെ ശരീരങ്ങളിലേക്ക് അതാ ലോറി കടന്നിട്ടവര് മരിച്ചുപോയില്ലേ? തടുക്കാൻ ഇവിടെയുള്ള ഏതെങ്കിലും ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞോ? ഏതെങ്കിലും തമ്പുരാക്കന്മാർക്ക് കഴിഞ്ഞോ? ഇല്ല, ഇല്ല. ലാ യസ്തഅഖിറൂന സഅ. പടച്ച റബ്ബിന്റെ ഓർഡർ വന്നു കഴിഞ്ഞാ അവനൊരു സെക്കൻഡ് പിന്തിക്കൂല്ല കേട്ടോ. അവൻ ആ പ്രായ വ്യത്യാസം നോക്കുന്നില്ല. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ? അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ? മുഅ്മിനീങ്ങളെ, ഒരാള്
മരിക്കുന്ന സമയത്ത് എനിക്കിനിയും ആയുസുണ്ടെന്ന് നമ്മൾ കരുതിപ്പോയി. പക്ഷേ അല്ലാഹു കണക്കാക്കിയ സമയത്ത് നമ്മളും പോവേണ്ടവരാണ്. ചിലപ്പോൾ നമ്മുടെ ജമാഅത്ത് പള്ളിയിൽ അടുത്ത ഖബർസ്ഥാൻ ഒരുങ്ങുന്നത് നമുക്കായിരിക്കാം. നമുക്ക് പറയാൻ കഴിയുമോ? നമുക്ക് നിർവചിക്കാൻ കഴിയുമോ? സ്ട്രോക്ക് വന്ന് മരിച്ചു പോകുന്ന മനുഷ്യന്മാർ, ഒരു രോഗമില്ലാതെ ആക്സിഡന്റുകളിൽ പെട്ടുപോകുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവിധത്തിലുള്ള ആക്സിഡന്റുകളിൽ നിന്നും കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആപത്ത് മുസീബത്തുകളിൽ നിന്ന്, നമുക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെ ജീവിച്ച് രോഗം വേണ്ട ആവശ്യമില്ല. റബ്ബ് തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് വിട പറഞ്ഞേ മതിയാവുകയുള്ളൂ. എങ്കിൽ അതാ അല്ലാഹു തആല പറയുകയാണ്, നമ്മുടെ മരണത്തിന്റെ, നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തിന്റെ ഘട്ടം എങ്ങനെയാണെന്നറിയോ? وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. ഓ സഹോദരാ, അതാ നിന്നിലേക്ക് യാഥാർത്ഥ്യമായും മരണം കടന്നു വരുന്നതാണ്. ذلك ما كنت منه تحيد. നിനക്കതിൽ നിന്ന് ഒളിച്ചോടാൻ ഒരിക്കലും കഴിയുകയില്ല. അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന മരണം നമ്മളെ പിടിപെടുന്ന സമയത്ത് നമുക്ക് ഒളിച്ചോടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടല്ലേ അല്ലാഹു പറയുന്നത്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊരു മരണമാണോ നമ്മളിലേക്ക് കടന്നു വരാതിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, ആ മരണം നിങ്ങളെ പിടിപെടുക തന്നെ ചെയ്യുന്നതാണ്. അതിൽ ഒരു വിധത്തിലുള്ള സന്ദേഹമോ ഒരു വിധത്തിലുള്ള സംശയമോ നിനക്ക് വേണ്ടതില്ല. മുഅ്മിനീങ്ങളെ, ആ സമയത്തൊരു മനുഷ്യന്റെ സമീപത്തേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്ന സമയമുണ്ടല്ലോ. നല്ല സത്യവിശ്വാസികളുടെ അരികിലേക്ക് അതാ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത് നൈർമല്യത്തോടെയാ കടന്നു വരുന്നത്, സന്തോഷത്തോടെയാ കടന്നു വരുന്നത്. യഥാർത്ഥ മുഅ്മിനിന് മലക്കുൽ മൗത്തിനെ കണ്ടാൽ വലിയ ബേജാറ് തോന്നൂല്ല. ആ മലക്കുൽ മൗത്ത് നമ്മളിലേക്ക് വരുന്നത് ഒന്നാലോചിക്കൂ ഉമ്മ, ഒന്നാലോചിക്കൂ സഹോദരാ. അതിന്റെ മരണത്തിന്റെ വേദന നമുക്ക് സഹിക്കാൻ കഴിയുമോ? ആലോചിച്ചു നോക്കൂ. നമ്മളിലേക്ക് മരണത്തിന്റെ മാലാക കടന്നു വന്നാൽ സംഭവിക്കുന്നതെന്താണ്? നമ്മുടെ കാല് മുതൽ ഇങ്ങോട്ട് റൂഹിനെ പിടിക്കുകയാണ്. അതിന് സംഘങ്ങളായിട്ട് മലക്കുകൾ കടന്നു വരുന്നു. അതൊരു സെക്കൻഡിൽ മരിച്ച മനുഷ്യനാണെങ്കിലും, എങ്ങനെ മരിച്ചുപോയ മനുഷ്യനാണെങ്കിലും അവൻ ഇത് അനുഭവിക്കേണ്ടതാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ അറാഖ. അതാ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന ഒരു ഘട്ടമെത്തിക്കഴിഞ്ഞാൽ വഖീല മൻ റാഖ,
അവിടെ നിന്ന് വിളിച്ചു പറയപ്പെടുകയാണ്. ആരാണ് ഈ മനുഷ്യനെന്ന് ഓതിക്കൊടുക്കുന്നത്? അവനക്ക് രോഗം വന്നപ്പോ വേണ്ടാത്ത ബേജാറ് വന്ന സമയത്ത് പല പണ്ഡിതന്മാരും അവന് മന്ത്രിച്ച് രോഗം മാറ്റിയിട്ടുണ്ടല്ലോ. പല ഡോക്ടേഴ്സും അവനെ ചികിത്സിച്ച് നന്നാക്കിയിട്ടുണ്ടല്ലോ. ഈ വെപ്രാളത്തിൽ നിന്ന് ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ആരാണ് എന്ന് വിളിച്ചു ചോദിക്കപ്പെടും. പക്ഷേ അവിടെ നിന്ന് ആ രക്ഷപ്പെടുത്താൻ ആരുമില്ല. മുഅ്മിനീങ്ങളെ, ഈ ആയത്തിന്റെ മറ്റൊരു തഫ്സീർ ഇങ്ങനെയാണ്: വഖീല മൻ റാഖ, ഒരാളുടെ റൂഹങ്ങ് പിടിക്കുന്ന സമയത്ത് ഈ റൂഹിനെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോകാൻ ആരാണ് ഉള്ളത്? അതാ റഹ്മത്തിന്റെ മാലാഖമാരാണോ അതല്ല അദാബിന്റെ മാലാഖമാരാണോ കടന്നു വരുന്നത് എന്ന് ചോദിക്കപ്പെടുമെന്നാണ് ഈ ആയത്തിന്റെ സാരാംശമെന്ന് നമുക്ക് തഫ്സീറിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ സമയത്തോ വളന്ന അന്നഹുൽ ഫിറാഖ്, അവനതാ ഉറപ്പിക്കുകയാണ്, ഞാൻ ദുനിയാവിനോട് വിട പറയാൻ പോകുന്നു. മരണപ്പെടാൻ മരണക്കിടക്കയിൽ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് ഉറപ്പാവുകയാണ്, അതാ ഞാൻ കാണുന്നത് അസ്രായീലിനെയാണ്. ഞാൻ ദുനിയാവിനോട് വിട പറയാൻ പോവാണ്. ഞാൻ എൻ്റെ ഉപ്പയോട്, എൻ്റെ ഉമ്മയോട്, എൻ്റെ സഹധർമ്മിണിയോട്, എൻ്റെ പ്രിയമുള്ള മക്കളോട് എല്ലാം ഇതാ യാത്ര പറയാൻ പോവുകയാണല്ലോ. എൻ്റെ സുഖജീവിതം ഇതാ അവസാനിക്കുകയാണല്ലോ. വളന്ന അന്നഹുൽ ഫിറാഖ്, അതാ ഇതെന്റെ വേർപാടിന്റെ സമയമാണെന്ന് ആ മനുഷ്യൻ ഉറപ്പിക്കുന്നു. വൽതഫത്തിസ്സാഖു ബിസ്സാഖ്, അതാ അവന്റെ മടമ്പിൻകാലുകൾ ഉണ്ടല്ലോ, അവന്റെ ഒരു മടമ്പുംകാല് മറ്റേ മടമ്പിൻകാലിനോട് മരണവെപ്രാളം കൊണ്ട്, മരണത്തിന്റെ ബേജാറുകൊണ്ട്, വേദന കൊണ്ട് പരസ്പരം ഒട്ടിച്ചേരുകയാണ്. അതിന് മഹാന്മാര് പറയുന്ന മറ്റൊരു വിശദീകരണം, ദുനിയാവിന്റെ ജീവിതത്തിന്റെ അവസാനമാണല്ലോ, ആഖിറത്തിന്റെ ജീവിതത്തിന്റെ തുടക്കമാണല്ലോ. അപ്പൊ ദുനിയാവിനോട് വിട പറയുന്നതിന്റെ കാഠിന്യവും ആഖിറത്തെ മുന്നിൽ കാണുന്നതിന്റെ കാഠിന്യവും അതാണ്. വൽതഫത്തിസ്സാഖു ബിസ്സാഖ്, ഈ രണ്ട് കാഠിന്യങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന അസന്ദിഗ്ധമായ ഘട്ടമാണ് ആ ഘട്ടം. ദുനിയാവിൽ നമുക്കെന്ത് ബേജാറ് വന്നപ്പോഴും നമുക്ക് ആശ്വാസം നൽകാൻ പലരുമുണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് അസുഖം ബാധിച്ച സമയത്ത് തിരിച്ചു വരുമോ എന്ന് പോലും പേടിച്ച അസുഖം ബാധിച്ചപ്പോ നമ്മുടെ കൂട്ടുകാര് നമുക്ക് സഹായം നൽകാനുണ്ടായിരുന്നു, നമുക്ക് വേണ്ടി പിരിവെടുക്കാൻ കൂട്ടുകാരുണ്ടായിരുന്നു, അയൽവാസികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മരണത്തിന്റെ ഘട്ടത്തിൽ അവനെ സഹായിക്കാൻ ഒരു തമ്പുരാനും കഴിയൂല. ഒരു എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലും, എത്ര വലിയ അധികാരമുള്ളവനാണെങ്കിലും, അവൻ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകട്ടെ, മിനിസ്റ്റർ ആകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, ആർക്കും കഴിയൂല. ഈ രണ്ട് കാഠിന്യങ്ങളും കടന്നു വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ ബേജാറിലാണ്. ഇലാഹ
ربك يومئذ المساق അല്ലാഹുവിലേക്കാണ് അവൻ മടങ്ങാൻ പോകുന്നത്. പടച്ച റബ്ബിലേക്കാണ് അവൻ മടങ്ങാൻ പോകുന്നത്. ആ സമയത്തിന്റെ മുഅ്മിനീങ്ങളെ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah. ഏതൊരുത്തന്റെ അവസാനത്തെ വർത്തമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞോ, അവനിക്കതാ സ്വർഗം നിർബന്ധമാണ്. ദഖലത്തിൽ ജന്നah. അവൻ നരകം അനുഭവിക്കേണ്ടി വരില്ല, അവന് ഖബറിൽ ശിക്ഷയില്ല, അവനെ അദാബിന്റെ മലക്കുകൾ തൊടൂല്ല. അവന് ഖബർ മുതലുള്ള അവന്റെ ജീവിതത്തിൽ ആനന്ദമാണ്, സന്തോഷമാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ വാളിന്റെ മജ്ലിസിലിരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിലേക്ക് കരങ്ങളമർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളും ആ മരണത്തെ മുന്നിൽ കാണുമല്ലോ. ആ സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ വർത്തമാനം പറയാൻ കഴിയുമോ? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ എന്ത് കിട്ടിയിട്ടില്ലെങ്കിലും ബേജാറ് വേണ്ട. ദുനിയാവിലുള്ളതൊക്കെ നശിക്കും. അതാ കുറഞ്ഞ നാളുകൾക്ക് മുമ്പല്ലേ പല വലിയ സമ്പന്നന്മാരും മരണപ്പെട്ടു പോയത്. അവരുടെ സമ്പത്ത് അവർ ഖബറിലേക്ക് കൊണ്ടുപോയോ? രത്തണ്ടാറ്റ മരണപ്പെട്ടില്ലേ? അങ്ങനെ എത്രയോ പേര് മരണപ്പെട്ടില്ലേ? അവരുടെ കോടികൾ അവരെ ഖബറിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ മരിക്കുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞെന്ന് പറയാൻ കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് കോടി കിട്ടിയിട്ടില്ലെങ്കിലും, ഇവിടെ വീട് കിട്ടിയിട്ടില്ലെങ്കിലും, ഇവിടെ ഒരു ചെറ്റക്കുടിലിന്റെ ഉള്ളിൽ താമസിക്കാനേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ എങ്കിലും മുഅ്മിനീങ്ങളെ വിഷമിക്കണ്ട. പടച്ച റബ്ബ് നമുക്ക് കൊട്ടാരം ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇതങ്ങ് കഴിഞ്ഞാലുള്ള ജീവിതത്തിൽ പടച്ചവൻ നമുക്ക് കൊട്ടാരം സജ്ജീകരിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ ആ മരണത്തിന്റെ ബേജാറ് നിറഞ്ഞ ഘട്ടത്തിൽ ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞാൽ അവനിക്ക് രക്ഷയാണ്, രക്ഷയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇനി എന്താണ് മരണത്തിന്റെ ഘട്ടത്തിലുള്ള മറ്റു സംഭവങ്ങൾ? അതാ നല്ല മനുഷ്യന്റെ റൂഹാണ് പിടിക്കുന്നതെങ്കിൽ അതാ ആ മനുഷ്യന്റെ അരികിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാര് ഇറങ്ങി വരികയാണ്. എന്നിട്ടവര് പറയുന്നു, ഉഖ്റുജി റാളിയതൻ മർളിയാ. ഓ റൂഹേ, നീ തൃപ്തിയുള്ളവനാണ്. പടച്ച റബ്ബ് നിന്നെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. സന്തോഷത്തോടെ പുറത്തേക്ക് വന്നോളൂ. നല്ല ഒരു മനുഷ്യന്റെ റൂഹാണ് പിടിക്കുന്നതെങ്കിൽ മാലാഖമാര് പറയുന്ന വർത്തമാനം ഇതാണ്. എന്താണ് മലക്കുകൾ പറയുന്നത്? നിങ്ങൾ പേടിക്കണ്ട, ബേജാറാകണ്ട, സന്തോഷത്തോടുകൂടി ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്നോളൂ. അത് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നോളൂ. നല്ല മനുഷ്യന്മാരുടെ റൂഹ് പിടിക്കുമ്പോ
മലക്കുകൾ ഇത് പറയുകയാണ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്നാൽ നമ്മൾ ഹതഭാഗ്യവാന്മാരിൽ പെട്ടുപോയാൽ, നരകാവകാശികളിൽ പെട്ടുപോയാൽ, നഊദു ബില്ലാഹ്, അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ സമയത്ത് അവിടേക്ക് കടന്നു വരുന്ന മലക്കുകൾ അദാബിന്റെ മലക്കുകളാണ് കടന്നു വരുന്നത്. ആ അദാബിന്റെ മലക്കുകൾ പറയുന്നു, ഉഖ്റുജി സാഖിതൻ മഖ്സൂതാ, ഉഖ്റുജി സാഖിതൻ മസ്ഖൂതൻ അലൈക. റൂഹിനോട് പറയുന്നു, എടാ വൃത്തികെട്ടവനെ, എടാ ധിക്കാരി, നീ നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ പടച്ച റബ്ബ് നിന്നെ മേൽ കോപിച്ചിരിക്കുകയാണ്. നിനക്ക് പടച്ച റബ്ബിന്റെ കോപത്തിന് പാത്രീഭവിച്ചവനായ നിലയിലാണ് നീ പുറത്തേക്ക് വരേണ്ടതെന്ന് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അദാബിന്റെ മലക്കുകൾ അവിടെ നിന്ന് അവരാഹ്വാനം ചെയ്യുകയാണ്, പ്രഖ്യാപനം നടത്തുകയാണ്. നല്ല മുഅ്മിനാണെങ്കിൽ മലക്കുകൾ ആനന്ദത്തോടെ സന്തോഷത്തോടെ അവന്റെ റൂഹിനെയും പിടിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ തെമ്മാടിയായി പോയോ, അവന്റെ റൂഹിനെ പിടിക്കുന്ന സന്ദർഭത്തിൽ വല്ലാത്ത വലിയ വേദന അവന് സഹിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ നന്മകൾ പ്രവർത്തിച്ചവരാണോ, നിസ്കാരം ഖളാക്കാത്തവരാണോ, സക്കാത്ത് കൊടുത്തു വീടിയവരാണോ, ഇതാ നമ്മൾ തങ്ങളുപ്പാന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുമ്പോ സയ്യിദന്മാരെ ബഹുമാനിച്ചവരാണോ? മുഅ്മിനീങ്ങളെ, നിങ്ങൾ ബേജാറാകേണ്ടതില്ല. നമുക്ക് അല്ലാഹു തആല മരണത്തിന്റെ വേദന ലഘൂകരിക്കുകയാണ്. നല്ല മനുഷ്യന്മാർക്ക് അല്ലാഹു തആല മരണത്തിന്റെ വേദന അങ്ങ് ലഘൂകരിച്ചു കൊടുക്കും. ലഘൂകരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? അവര് മരിക്കാൻ നേരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരവസരത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർ നിൽക്കുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅ. ആരെങ്കിലും അല്ലാഹുവിനെ കാണാൻ ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവനെ കാണാനും ഇഷ്ടം വെച്ചിരിക്കുന്നു. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅ. ആരെങ്കിലും അല്ലാഹുവിനെ കാണുന്നതിൽ വെറുപ്പ് പ്രകടിപ്പിച്ചാൽ, അഥവാ മരണത്തിൽ അല്ലാഹുവിനെ പിന്നെ കണ്ടുമുട്ടാനുള്ള ഒരു വെറുപ്പൊരുത്തന് വന്നാൽ, കരിഹല്ലാഹു ലിഖാഅഹു, അല്ലാഹു അവനെ കാണാനും വെറുത്തിരിക്കുന്നു. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? നമ്മൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കും ഒരു സംശയം വരുമല്ലോ, നമ്മൾ യഥാർത്ഥത്തിൽ മരണത്തെ വെറുക്കുന്നവരല്ലേ? നമ്മൾക്ക് മരിക്കാൻ പേടിയല്ലേ? നമുക്ക് മരിക്കുന്നതിന് ബേജാറല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നാ ലനക്റഹുൽ മൗത്ത്. നബിയെ, നമ്മളും മരണത്തെ വെറുക്കുന്നുണ്ടല്ലോ റസൂലേ. നബിയെ, നമുക്കും മരണത്തോട് വെറുപ്പാണല്ലോ തങ്ങളെ. അപ്പൊ പടച്ചവന് നമ്മളോട് ദേഷ്യമാണോ? അല്ലാഹു തആല നമ്മളോട് കോപിക്കുമോ? പടച്ച റബ്ബിന്റെ അദാബ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ള സംശയം മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ ആയിഷ, ലൈസ ദാക്കി, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അതല്ല, മറിച്ച് ഞാൻ പറഞ്ഞതെന്തെന്നറിയോ? വലാകിന്നൽ മുഅ്മിന ഇദാ ഹദറഹുൽ മൗത്ത്. മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിനിന്റെ അരികിലേക്ക് മരണത്തിന്റെ സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ ആ സമയത്തതാ ബുശ്റ ബിറിദ്വാനില്ലാഹ്, ആ മരണത്തിന്റെ ഘട്ടത്തിൽ കിടക്കുന്ന മനുഷ്യനോട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുകയാണ്. അല്ലാഹു നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെട്ടുവെന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അല്ലാഹു നിങ്ങളെ ബഹുമാനിക്കുകയാണെന്ന സന്തോഷ വാർത്ത ഈ മനുഷ്യനോടങ്ങ് പറയുമ്പോ
മുത്തുനബി തങ്ങൾ പറയുന്നു, ഫലൈസ ശൈഉൻ അഹബ്ബ ഇലൈഹി മിമ്മാ അമാമഹു. അവൻ കണ്ടുമുട്ടിയിരിക്കുന്ന മരണമുണ്ടല്ലോ, ആ മരണത്തെക്കാൾ അവന് ഇഷ്ടമുള്ള ഒരു സംഗതിയും ആ സമയത്ത് ഉണ്ടാവൂല. മുഅ്മിനീങ്ങളെ ആലോചിക്കണം. മരണത്തിന്റെ ഘട്ടത്തിൽ മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. നമുക്കതിനു മുമ്പ് ബേജാറുണ്ട്, പേടിയുണ്ട്, എല്ലാം ഉണ്ട്. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം മരിക്കാൻ ഒരു പേടിയുണ്ട്. പക്ഷേ ആ മരണത്തിന്റെ ഘട്ടമെത്തുമ്പോൾ അവൻ കാണുകയാണ്, സ്വർഗം കാണുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം അവൻ കാണുകയാണ്. സ്വർഗത്തിൻ്റെതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവൻ കാണുകയാണ്. ആ സമയത്ത് അവനിക്ക് ആ മരണത്തെക്കാൾ ഇഷ്ടമുള്ള ഒരു കാര്യവും ദുനിയാവിലില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്നാലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്ന് പറയുന്നു, ആ സമയത്ത് ഫഅഹബ്ബ ലിഖാ അല്ലാഹ്. മരിക്കാൻ പേടിയാണെങ്കിലും സ്വർഗം മുന്നിൽ കാണുന്ന സമയത്ത് അവൻ ആഗ്രഹിക്കുന്നു, എനിക്കെന്റെ റബ്ബിനെ കാണാമല്ലോ. എന്റെ ഭാര്യയെ ഞാൻ വിട പറയുന്നുണ്ടെങ്കിലും, എന്റെ മക്കളോട് ഞാൻ വിട ചോദിക്കുന്നുണ്ടെങ്കിലും, എന്റെ റബ്ബിനെ കാണാനാണല്ലോ ഞാൻ പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഫഅഹബ്ബല്ലാഹു ലിഖാഅഹു. ആ നല്ല മനുഷ്യനെ കാണാൻ അല്ലാഹും ആഗ്രഹിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, എത്ര വലിയ ഭാഗ്യമാണ്. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രാജാവായ റബ്ബ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമാണോ? എന്നാലോ നബി തങ്ങൾ പറയുന്നു, ആരെയാണ് പടച്ച റബ്ബ് കാണാൻ വെറുക്കുന്നത്? അവൻ ലിഖാഅ് വെറുക്കുന്നതാരാണ്? മോശക്കാരായ മനുഷ്യരുണ്ടല്ലോ, അവന് മരിക്കാൻ നേരം മുശ്റബി അദാബില്ലാഹ്, അല്ലാഹുവിന്റെ അദാബ് അവനെ കാണുകയാണ്. അവന്റെ റൂഹ് കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന മലക്കുകൾ തന്നെ കണ്ടാൽ പേടിച്ചു പോകുന്ന, കിടിലം കൊള്ളുന്ന മലക്കുകളാ. അവരെ കാണുമ്പോ തന്നെ അവന് ബേജാറായി പോവുകയാണ്. അവന് കാണുന്നത് നാരകീയമായ ശിക്ഷകളാണ്. അവനക്ക് വേണ്ടി പടച്ച റബ്ബ് ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷകൾ കാണുമ്പോ ഇവനങ്ങ് പേടിക്കുന്നു. അതുകൊണ്ടല്ലേ മുഅ്മിനെ, നല്ല ഒരു മനുഷ്യൻ മരിക്കുമ്പോ നെറ്റിത്തടം ഉയർത്തുകൊണ്ട് മരിക്കുന്നത് നല്ല അടയാളമാണ്. അതാ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുന്നത് നല്ല അടയാളമാണ്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്നത് നല്ല അടയാളമാണ്. തിങ്കളാഴ്ച രാവിൽ മരിക്കുന്നത് നല്ല അടയാളമല്ലേ? തിങ്കളാഴ്ച മരിക്കുന്നത് നല്ല ലക്ഷണമല്ലേ? നല്ല ദിനരാത്രങ്ങളിൽ മരിക്കുന്നത് നല്ല ലക്ഷണമല്ലേ? എന്നാൽ ചിലര് മരിക്കുന്ന സമയത്ത് ചക്രശ്വാസം വലിക്കുന്നുണ്ടാകുമല്ലോ. മൃഗങ്ങളുടെ ആ ഒരു ശബ്ദമുണ്ടല്ലോ, അങ്ങനത്തെ ശബ്ദം വന്നാൽ അത് നല്ല ലക്ഷണമല്ല. അതാ മുഅ്മിനീങ്ങളെ, ആ സമയത്ത് ഫലൈസ ശൈഉൻ അക്റഹ ഇലൈഹി മിമ്മാ അമാമാ. അവൻ മുന്നിൽ കാണുന്ന മരണമുണ്ടല്ലോ, അവൻ നേരിടേണ്ടി വന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളെക്കാളും, എല്ലാവിധത്തിലുള്ള വെപ്രാളങ്ങളെക്കാളും, പ്രതിസന്ധികളെക്കാളും ഏറ്റവും അവൻ വെറുക്കുന്ന സംഗതി അവൻ മുന്നിൽ കാണുന്ന മരണമാണ്.
കരയുകയാണ്, അവൻ ഉറക്കെ കരയുന്നുണ്ട്. അവന്റെ റൂഹിന് പുറത്തേക്ക് വരാൻ ബേജാറുണ്ട്. ജീവിക്കുന്ന സമയത്ത് അവന് പറഞ്ഞിരുന്നു, പല യുക്തിവാദികളും ഇവിടെ നിന്നുകൊണ്ട് പറയുന്ന പടച്ചവനില്ല, മനുഷ്യന് സൃഷ്ടാവില്ല, ഈ സൃഷ്ടികൾക്കൊന്നും സൃഷ്ടാവില്ലെന്ന് 40 നാഴികക്ക് 40 വട്ടം ഇവിടത്തെ യുക്തിവാദികൾ പറയുന്നുണ്ടാകും. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാ, പല യുക്തിവാദികളും സംസാരിക്കുന്നുണ്ടാകും. അതൊന്നും നമ്മളെ കേൾക്കാൻ പാടില്ല. നമ്മുടെ ഈമാനങ്ങ് പോയാൽ പിന്നെ മരിക്കാൻ നേരത്ത് കലിമയില്ല, രക്ഷയില്ല. നമ്മൾ എല്ലാവിധത്തിലും ഇസ്ലാമിന്റെ എല്ലാവിധത്തിലുള്ള കാഴ്ചപ്പാടുകളും പഠിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ, ഇസ്ലാമിന്റെ എല്ലാവിധത്തിലുള്ള അറിവുകളും ഉള്ള ഒരു തികഞ്ഞ പണ്ഡിതൻ, അവരുടെ വാക്കുകൾ കേട്ടാൽ കൽബ് പിടയൂല, അവരുടെ ഈമാന് ചാഞ്ചല്യം വരില്ല. പല യുക്തിവാദികളുമുണ്ട്, യുക്തിക്ക് വാദം പിടിച്ചവര്, രോഗം പിടിച്ചവരെന്നാണ് ഉസ്താദുമാര് പറയുക. ആ മനുഷ്യന്മാര് പറയുന്നത് ഒരു യുക്തിയുമില്ല. ഈ കാണുന്ന രൂപത്തിൽ നമ്മൾ സൃഷ്ടിച്ച പടച്ചറബ് ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുകയല്ല. മുഅ്മിനീങ്ങളെ, നമ്മൾ അങ്ങനെയുള്ള ഒരു വീഡിയോസുകളും കാണരുതെന്ന്. സോഷ്യൽ മീഡിയയുടെ യുഗമാണ്, എല്ലാവരും മുഫ്തികളായി മാറുന്ന കാലമാണ്. നമുക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണ്, ആലിമീങ്ങളെ പരിഹസിക്കുകയാണ്, തങ്ങന്മാരെ കുറ്റം പറയുകയാണ്. മഹാന്മാരുടെ ഉറൂസിന്റെ ആണ്ടിന്റെ പരിപാടികളെ നമ്മൾ എതിർക്കാൻ നമുക്ക് ആരാണ് അധികാരം നൽകിയത്? അവരുടെ ശരീരത്തിലുള്ള ഒരു രോമത്തിന്റെ വില പോലുമില്ലാത്തവൻ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഹദീസ് കണ്ടപ്പോഴേക്ക് മഹാന്മാരെ എതിർക്കാൻ തുടങ്ങിയാൽ മരിക്കുന്ന സമയത്ത് ഒരു ബിദ്അത്തുകാരനും ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയൂല. മുഅ്മിനീങ്ങളെ, ഒരു സയ്യിദിനെ വേദനിപ്പിച്ചവൻ, ഒരു തങ്ങള് കുട്ടിയെ വേദനിപ്പിച്ചവൻ, അല്ലെങ്കിൽ ഒരു ആലിമിന്റെ പച്ചയിറച്ചി തിന്നവൻ മരിക്കുന്ന സമയം അവൻ പേടിച്ചോളണം. അതുവരെ അവനിക്ക് സന്തോഷത്തോടെ ജീവിക്കാം. പക്ഷേ മരണത്തിന്റെ ഘട്ടത്തിൽ പടച്ചവൻ വിടൂല്ല. നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ഈ മോശക്കാരനായ മനുഷ്യനാണെങ്കിൽ മലക്കുകൾ അവനോട് ഈ ശിക്ഷകൾ പറയുമ്പോഴുണ്ടല്ലോ, അവനക്ക് ദുനിയാവിൽ ഇതുപോലെ പ്രയാസമുള്ള കാര്യമില്ല. ഫലാ സദ്ദഖ വലാ സല്ലാ, റബ്ബേ ഞാൻ സദഖ കൊടുത്തില്ലല്ലോ അല്ലാ, ഞാൻ നിസ്കരിച്ചില്ലല്ലോ അല്ലാ, ഞാൻ നന്മ ചെയ്തില്ലല്ലോ അല്ലാ, ഞാൻ പാവങ്ങളെ സഹായിച്ചില്ലല്ലോ പടച്ചോനെ എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് ആ ഘട്ടം. മുഅ്മിനീങ്ങളെ, ആ സമയത്ത് കരിഹലിക്കാ അല്ലാഹ്, അവൻ പടച്ച റബ്ബിനെ കാണാൻ അവനിക്ക് വലിയ വെറുപ്പാണ്, പേടിയാണ്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫകരിഹല്ലാഹു ലിഖാഅഹു, അല്ലാഹു അവനെ കാണാൻ വെറുപ്പ് പ്രകടിപ്പിക്കുന്നതാണ്. നിങ്ങളെ അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അങ്ങനത്തെ ഒരവസ്ഥ നമ്മളിൽ അല്ലാഹു വരുത്താതിരിക്കട്ടെ. ഈ ചെറിയ മജ്ലിസാണ്, നമ്മൾ ഈ ഉള്ളിന്റെ ഉള്ളിലുള്ള നമ്മുടെ ഈ ചെറിയ മജ്ലിസ്, ഇവിടെ ഒരുക്കുന്ന പ്രിയമുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മുഅ്മിനീങ്ങളെ, നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ എങ്കിലും ഇത് ഇൽമിന്റെ സദസ്സാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ദുആഇന്, ഉപദേശത്തിന് വലിയ മാഹാത്മ്യമുണ്ട്. നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഉതകുന്നതാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതൊരു മനുഷ്യൻ എന്ത് നന്മ ചെയ്താലും സതുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് കാണിക്കപ്പെടും. ഒരു നന്മയാണെങ്കിൽ ഫഹമിത്തുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നതാണെന്ന് നബി തങ്ങൾ പറയുമ്പോ, നമ്മുടെ ഈ മജ്ലിസും മദീനയിലെ രാജകുമാരൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. സ്വലാത്ത് ചൊല്ലണേ മുഅ്മിനീങ്ങളെ, മുത്തായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഈ മജ്ലിസ് കാണുന്നുണ്ട്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയ കാരണം കൊണ്ട് നമ്മുടെ മരണത്തിന്റെ ഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പല ഉസ്താദുമാരും നബി തങ്ങളുടെ അഴക് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒത്ത നീളമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ കണ്ടാൽ ഒരൽപ്പം കൂടെ നീളം വേണമായിരുന്നല്ലോ, ഒരൽപ്പം കൂടെ നീളം കുറവ് വേണമായിരുന്നല്ലോ, നിറം ഇങ്ങനെയാകണമായിരുന്നല്ലോ, ചെവി ഇങ്ങനെയാകണമായിരുന്നല്ലോ, മൂക്ക് ഇങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗ്ലാമർ ഉണ്ടാകുമായിരുന്നല്ലോ എന്ന് പറയാൻ കഴിയാത്തവണ്ണം അക്മലുൽ ഖൽഖായി പടച്ചിരിക്കുന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഉള്ളിന്റെ ഉള്ളിലെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ കാരണം കൊണ്ട് നമുക്ക് മരണത്തിന്റെ ഘട്ടത്തിലെങ്കിലും അവിടത്തെയുടെ പുഞ്ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ റബ്ബേ നീ ഉദവി നൽകണേ അല്ലാഹ്. പ്രായം ചെന്ന ഉപ്പമാരന്റെ സദസ്സിലുണ്ട്, ഉമ്മമാരന്റെ സദസ്സിലുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മൾ കുഞ്ഞുനാള് നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാര് ചിലപ്പോ ഖബറിലായിരിക്കാം. അവര് പഠിപ്പിച്ചു തന്നത് മുത്തുനബി തങ്ങളെ കുറിച്ച് ആ കുഞ്ഞിളം ചെവിയിലേക്ക് നമ്മളെ പഠിപ്പിച്ചു തന്നു. ആ തങ്ങളെ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല. റബീഉൽ പോലെ വരുമ്പോ നമുക്ക് തോരണം കെട്ടാൻ ഉഷാറാണ്, നമ്മളതാ ലൈറ്റ് ഇടാൻ ഉഷാറാണ്. അതൊക്കെയും നമ്മുടെ കൽബിന്റെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന മുത്തായ തങ്ങളോടുള്ള മഹബത്തല്ലേ. ആ മഹബത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാം മരണം ഖൈറിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആ നല്ലൊരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് മുത്തുനബി തങ്ങളുടെ സാന്നിധ്യം അവൻ അനുഭവപ്പെടുകയാണ്, മഹാന്മാരുടെ സാന്നിധ്യം അവൻ അനുഭവപ്പെടുകയാണ്. എന്തുകൊണ്ടാ നമ്മള് മഞ്ഞപ്പാറ തങ്ങളുപ്പടെ ഹദറത്തിൽ കടന്നു വന്നത്, ഈ മജ്ലിസിലേക്ക് കടന്നു വന്നത്? ഇവിടെ വന്നതിന്റെ പേരിൽ ആരെങ്കിലും നമുക്ക് പൈസ ഓഫർ ചെയ്തത് കൊണ്ടാണോ? എന്തെങ്കിലും ഭൗതികമായ ഒരു നേട്ടം തരാമെന്ന് പറഞ്ഞത് കൊണ്ടാണോ? അല്ലല്ലോ ഉമ്മ. ആ തങ്ങളുപ്പാന്റെ മജ്ലിസിൽ വരുമ്പോ അത് നമ്മുടെ മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടിയാണല്ലോ. നമ്മൾ മരിക്കുന്ന സമയത്ത് അവരുടെ ഒരു മദത് നമുക്ക് കിട്ടുമല്ലോ എന്ന നിലയിലാ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ നല്ല മനുഷ്യൻ മരിക്കുന്ന സമയത്തതാ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ. നമുക്ക് പരിചയമുള്ള ആയത്തായി ആയത്ത്. ഉസ്താദുമാരൊരു മയ്യത്തിനെ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിന്റെ മുകളിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് അവസാനം ഈ ആയത്ത് ഓതാറുണ്ടല്ലോ. സന്തോഷത്തോടെ പൊയ്ക്കോളൂ, സന്തോഷത്തോടെ മടങ്ങിക്കോളൂ എന്നായി ആയത്തില് പറയുന്നതെങ്കിൽ മുഅ്മിനീങ്ങളെ, ഭൗതികമാകുന്ന ഒരു അളവ് പോലുകൊണ്ട് ഒരു മനുഷ്യനെയും നമ്മൾ അളക്കല്ലേ. നമ്മുടെ നാട്ടിൽ നമ്മൾ വില കൽപ്പിക്കാത്തൊരു മനുഷ്യനുണ്ടാകും. ചിലപ്പോ അയാൾക്കൊരു സദസ്സിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടാകൂല, ഏറ്റവും പിന്നിലായിരിക്കാം ചിലപ്പോ അയാൾ ഇരിക്കേണ്ടി വരുന്നത്. അയാൾക്ക് എവിടെയും ആരും പരിഗണിക്കാത്ത മനുഷ്യനായേക്കാം. പക്ഷേ നമ്മുടെ കൽബ് കാണുന്നത് പടച്ചവനല്ലേ. അവനായിരിക്കാം ചിലപ്പോൾ മരിക്കുന്ന സമയത്ത് നല്ല നിലയിൽ മരിച്ചു പോകുന്നത്. പക്ഷേ നമ്മൾ നല്ലവരെന്ന് കരുതിയവർ ചിലപ്പോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ സ്വന്തത്തെ കുറിച്ച് ഞാനിപ്പോ ഉഷാറാണ്, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ, ഞാൻ പള്ളിയിൽ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് പടച്ചവനെ ഏറ്റെടുത്തോളുമെന്ന് കരുതല്ലേ സഹോദരങ്ങളെ. നമ്മൾ നിസ്കരിക്കും
നിസ്കരിക്കുന്നത് കൊണ്ട് നിസ്കരിക്കാത്ത ഒരുത്തനെ കാണുമ്പോ അവനെ വില കുറച്ചു കാണല്ലേ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യന്റെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യന്റെ മരണത്തിന്റെ ഘട്ടമതാ നമുക്ക് പല കിതാബുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. മഹാനായ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മിൻഹാജുൽ ആബിദീനിലെ ചരിത്രം പറയുന്നുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ഏറ്റവും പഠനമുണ്ടായിരുന്ന, ഇൽമുണ്ടായിരുന്ന ശിഷ്യൻ ഹളറഹുൽ മൗത്ത്, അദ്ദേഹത്തിന്റെ അരികിലേക്ക് മരണം ഹാജരായി പോയി. അസ്റായീൽ കടന്നു വന്നു പോയി. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യൻ വേർപെടുന്നതിൽ വലിയ ബേജാറുണ്ട്, വിഷമമുണ്ട്. അരികിലേക്ക് വന്നിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങള് യാസീൻ സൂറത്ത് പാരായണം ചെയ്യുകയാണ്. യാസീൻ കേൾക്കുന്ന സമയത്ത് ഈ ശിഷ്യനുണ്ടല്ലോ, അവനവിടെന്ന് പറയുന്നു, ഉസ്താദേ ലാ തഖറഅ ഹാദാ, എന്റെ മുമ്പിൽ യാസീനോദല്ല ഉസ്താദേ, ഞാനതിൽ നിന്ന് ഒഴിവായവനാ, എന്റെ മുമ്പിൽ യാസീനോദല്ല ഉസ്താദേ. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളതാ ഫഹല്ലല, അയാൾക്ക് തഹ്ലീൽ ചൊല്ലിക്കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ചൊല്ലിക്കൊടുക്കുന്ന സമയത്തും ആ ശിഷ്യൻ അവിടെന്ന് പറയുന്നു, ഉസ്താദേ ഞാൻ പറഞ്ഞില്ലേ ലാ തഖുൽ ഹകദാ, എന്റെ മുമ്പിൽ തഹ്ലീൽ ചൊല്ലല്ല ഉസ്താദേ. വഅന ബരീഉം മിൻഹു, ഞാൻ ഇസ്ലാമിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് കേട്ടോ. ആ ഏറ്റവും വേണ്ടപ്പെട്ട ശിഷ്യനതാ ഈമാനില്ലാതെ ചത്തുപോവുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ കൊണ്ടോ സഹിക്കാൻ കഴിയുന്നു. ഫുളൈൽ തങ്ങളതാ വീട്ടിലേക്ക് പോവുകയാണ്. വാതിലടച്ച് വീട്ടിന്റെ ഉള്ളിൽ 40 ദിവസക്കാലമാണ് കഴിയുന്നത്. പുറത്തേക്ക് വരുന്നില്ല, കരച്ചിലടക്കാൻ കഴിയുന്നില്ല. ഇത്രയും നാള് ഏറ്റവും വേണ്ടപ്പെട്ടവനാണെന്ന് കരുതിയിട്ട് കൂടെ കൂട്ടിയ ശിഷ്യന്റെ അവസ്ഥയാണ്. അവന് ഈമാനില്ലാതെ ചത്തുപോയല്ലോ അല്ലാ. ഫുളൈൽ തങ്ങൾ കരയുകയാണ്. ഭക്ഷണം വേണ്ട രൂപത്തിൽ കഴിക്കാൻ കഴിയുന്നില്ല, പുറത്തുള്ള ജനങ്ങളോട് ഇടപഴകുന്നില്ല, ദർസ് നടത്തുന്നില്ല, വഅദ് പറയുന്നില്ല. ഫുളൈൽ തങ്ങൾ 40ാമത്തെ ദിവസമതാ സ്വപ്നം കാണുകയാണ്. ഉൽജിമ ബിൽ ജാമിൻ മിനന്നാർ, ആ പ്രിയപ്പെട്ട ശിഷ്യനെ അതാ നരകത്തിൻ്റെതായിരിക്കുന്ന ചങ്ങലകൾ കൊണ്ട് യഹ്സബു ഇലാ ജഹന്നം, നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. ആ സമയത്ത് ഫുളൈൽ തങ്ങൾ അവനോട് ചോദിച്ചു, മോനെ വഅന്ത അഅലമു തലാമിദി, നീ എന്റെ ഏറ്റവും അറിവുള്ള ശിഷ്യനായിരുന്നല്ലോ, എന്താടാ നിനക്ക് പറ്റിപ്പോയത്? ആ സമയത്ത് ആ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വലിയവനായിരുന്നു, നിങ്ങളുടെ മുമ്പിൽ എന്റെ വേഷം ഒരു പണ്ഡിതന്റെ വേഷമായിരുന്നു. പക്ഷേ ഉസ്താദേ നിങ്ങളറിയാത്ത കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്താണ് എന്റെ പ്രശ്നമെന്നറിയോ? എന്റെ റബ്ബന്റെ ഈമാൻ ഊരിക്കളയാ. ഒന്നാമത്തെ കാര്യം ഞാൻ നമീമത്ത് പറയുമായിരുന്നു ഉസ്താദേ. ആവശ്യമില്ലാതെ ജനങ്ങളുടെ പച്ചയിറച്ചി തിന്നിരുന്നു. ഉസ്താദേ നിങ്ങളുടെ ശിഷ്യന്മാരുണ്ടല്ലോ, ഞാൻ എന്റെ കൂട്ടുകാരാകുന്ന നിങ്ങളുടെ ശിഷ്യന്മാരോടൊന്ന് പറയും, എന്നിട്ട് നിങ്ങളോട് വന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ ശിഷ്യന്മാരെയും മറ്റു ശിഷ്യന്മാർക്ക് ഉസ്താദിന് സ്നേഹം വരാതിരിക്കാനുള്ള പണി ഞാൻ എടുത്തിരുന്നു ഉസ്താദേ.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മരണം നന്നാകണോ? ഒരാളെ നമ്മൾ ആവശ്യമില്ലാത്ത നിലയിൽ ഒരാളുടെയും ഒരു നിലക്കും കുറ്റം പറയണ്ട. ഇവിടെ തികഞ്ഞവരായിട്ട് ആരാണ് ഉള്ളത്? ഒരു തെറ്റുപറ്റിപ്പോയവനെ പറഞ്ഞു തിരുത്താൻ നമുക്ക് കഴിയും. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള കാലമല്ലേ? ഏത് മനുഷ്യനെയും എങ്ങനെയും അപഹസിക്കാൻ നമുക്ക് പേടിയില്ല. വീഡിയോ ചെയ്യാൻ പറ്റുന്നവൻ അങ്ങനെ ചെയ്യുകയാണ്. അത് പറ്റുന്നില്ലെങ്കിൽ കമന്റ് അടിക്കുകയാണ്, കമന്റ് എഴുതുകയാണ്, ഫേസ്ബുക്കിൽ എഴുതുകയാണ്. ഏതൊക്കെയോ പാവപ്പെട്ടവന്മാർ അതിന്റെ പേരിൽ അവന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ നരകിക്കേണ്ടി വരുന്നു. അതൊന്നും നീ പടച്ചുവിടുന്നവൻ അറിയുന്നില്ല. അതുകൊണ്ട് നമീമത്ത് വേണ്ട മുഅ്മിനീങ്ങളെ. രണ്ടാമത് ഫുദൈൽ ഇബ്നു അയാദ് തങ്ങളുടെ ശിഷ്യനുണ്ടല്ലോ, അയാള് പറയുന്നു, ഉസ്താദേ, രണ്ടാമത്തെ എന്റെ ഒരു പ്രശ്നം ബിൽ ഹസദി, എനിക്ക് വലിയ അസൂയയായിരുന്നു. എന്നെക്കാൾ എന്റെ കൂട്ടുകാർ വളരുന്നത് എനിക്കിഷ്ടമല്ല ഉസ്താദേ. എന്റെ കൂട്ടുകാരന്റെ വേണ്ടപ്പെട്ട എന്നെക്കാൾ ഉന്നതിയിലെത്തുന്നത് ഒരു നിലക്കും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മൂന്നാമത്തെ എന്റെ പ്രശ്നം എന്തായിരുന്നെന്നറിയോ? ഫുദൈൽ തങ്ങളുടെ ശിഷ്യനവിടെന്ന് പറയുകയാണ്, എനിക്കൊരു രോഗമുണ്ടായിരുന്നു ഉസ്താദേ. അത് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പല ഫിഷഗ്ഗരന്മാരെയും ഞാൻ കണ്ടു, പല ഡോക്ടേഴ്സിന്റെയും അരികിലേക്ക് ഞാൻ ചെന്നു. പക്ഷേ അവസാനം ഒരു വൈദ്യന്റെ അടുക്കൽ ചെന്നപ്പോ അയാള് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രോഗം മാറ്റിത്തരാ, പക്ഷേ ഓരോ കൊല്ലത്തിലും നിങ്ങൾ ഒരു കോപ്പ മദ്യം കഴിക്കണം, നിങ്ങൾ കള്ളു കുടിച്ചാൽ നിങ്ങളുടെ രോഗം മാറുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആരും അറിയാതെ, ഉസ്താദ് അറിയാതെ, കൂട്ടുകാർ അറിയാതെ കള്ളു കുടിക്കുമായിരുന്നു, ലഹരി ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലഹരിക്ക് അഡിക്റ്റ് ആയാൽ ഈമാൻ സലാമത്താവൂല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നമ്മൾ അയൽപക്കത്തെ വീട്ടിൽ പോയിരിക്കുമ്പോ അടുത്ത വീട്ടിലുള്ള ഉമ്മാന്റെ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം, എന്തെങ്കിലുമൊക്കെ ദോഷമുണ്ടെങ്കിൽ അത് പറയല്ലേ ഉമ്മ. അവർക്കൊരു നഷ്ടവും സംഭവിക്കാനില്ല. യഥാർത്ഥത്തിൽ നാളെ മരിച്ച് ഖബറിലേക്ക് ചെന്നാൽ നമ്മുടെ നന്മകൾ ഇങ്ങനെ എഴുതിയിട്ടവർക്ക് കൊടുക്കുകയാണ്. നമ്മൾ ആകെ ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ ഇബാദത്തുകൾ അവർക്കങ്ങ് കൊടുക്കേണ്ടി വന്നാലുള്ള കഷ്ടം, ഓ എന്തൊരു വലിയ കഷ്ടമാണല്ലേ. അതുകൊണ്ട് ആരാണ് നല്ലതായി മരിക്കുക എന്ന് പറയാൻ കഴിയൂല. നമ്മൾ വില കൽപ്പിക്കാത്തവൻ ചിലപ്പോ പടച്ചോന്റെ അടുക്കൽ വലിയ ആളായിരിക്കും. അവൻ പടച്ചോന്റെ അടുക്കൽ വലിയ ആളായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഞാൻ ഓർത്തു പോകുന്നു, കഴിഞ്ഞ കൊല്ലമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്, ഒരു മരണ വീട്ടിലേക്ക് മാക്കിയിൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന പേരുള്ള അങ്ങ് ഉത്തര കേരളത്തിലുള്ള ഒരു പണ്ഡിതൻ, അറിയപ്പെട്ട ആളൊന്നുമല്ല, അമ്മ അങ്ങനെ ശ്രദ്ധിക്കണ്ട, സാധാരണക്കാരനായ ഒരു ഉസ്താദ് മരണപ്പെട്ട് ആ മരണ വീട്ടിലേക്ക് മഹാനായ ഖലീലുൽ ബുഖാരി തങ്ങൾ, ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളെ നമുക്കറിയാം. നമ്മുടെ അടുത്തുള്ള പല മഹല്ലുകളിലും മഹാനവർകൾ ദുആയ്ക്ക് നേതൃത്വം നൽകാൻ വന്നിട്ടുണ്ട്. മഹാനവർകളുടെ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ഒരു മുദരിസ് ഉസ്താദ് ഉണ്ട്, ഇബ്രാഹിം ബാഖവി ഉസ്താദ്. ഉസ്താദ് അവർകൾ ഈ സാധാരണപ്പെട്ട ഉസ്താദിന്റെ മരണത്തിന്റെ ഘട്ടത്തിൽ ആ വീട്ടിലേക്ക് വരികയാണ്. എന്റെ ഒരു സുഹൃത്താണ് ഇതിനെ സംബന്ധിച്ച്, അവൻ തന്നെ നമ്മളെ കൂടെ മർക്കസിലൊക്കെ പഠിച്ചിരുന്ന സുഹൃത്ത്, അവൻ ഫേസ്ബുക്കിൽ ഇട്ട്, അവന്റെ ഒരു ബന്ധുവാണ്. ഞാനിത് പറയുന്നത് സാധാരണ ഒരു സംഭവമാണെങ്കിലും മുഅ്മിനീങ്ങളെ, ഈ ഉസ്താദ് അങ്ങോട്ട് കടന്നു വന്നപ്പോ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ആശ്ചര്യം. ഇദ്ദേഹം അങ്ങനെ അറിയപ്പെട്ട ഒരാളല്ല, അവരുടെ മക്കളാരും അവിടുത്തെ സ്ഥാപനത്തിൽ പഠിക്കുന്നുമില്ല. പിന്നെ എന്തേ ഈ ഉസ്താദ് വന്നു എന്ന് മാത്രമല്ല, ഈ പാവപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന ഉസ്താദിന്റെ സമീപത്ത് വന്നിട്ട്
മുഖത്തേക്ക് ചുംബനം കൊടുക്കുകയാണ്. ഒരു ചുംബനം കൊടുക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അത്രയും ബന്ധപ്പെട്ട വലിയൊരു ആലിമ് ആ ഒരു ബറക്കത്തിൽ ചുംബിക്കുന്നതാണിത്. അല്ലാതെ കണ്ടവരെല്ലാം പോയി ഒരു മയ്യത്തിനെ ചുംബിക്കൽ അങ്ങനെ ഒരു സൽക്കർമ്മ ഇല്ല. മുഅ്മിനീങ്ങളെ, ഒരു മയ്യത്തിനെ കാണുക എന്നുള്ള ഒരു സൽക്കർമ്മം ഇല്ല. മയ്യത്തിനെ കാണുക എന്നതൊരു സുന്നത്തല്ല, കൂലി കിട്ടുന്ന കാര്യമല്ല. അതേസമയം പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ മയ്യത്ത് കാണാം ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതുപോലെ. ഒരു സ്ത്രീ മരണപ്പെട്ടാൽ സ്ത്രീകൾക്ക് കാണാം. അതിനപ്പുറത്ത് ഒരു അന്യ സ്ത്രീയുടെ മയ്യത്ത് അന്യ പുരുഷൻ കാണാൻ പാടില്ല. ഉസ്താദേ, നമ്മുടെ നാട്ടിൽ നടക്കുന്നതോ അതല്ല വിഷയം. അള്ളാഹുവിന്റെ ദീൻ എങ്ങനെയാണ്? ഒരു അന്യപുരുഷന്റെ മയ്യത്ത് അന്യ സ്ത്രീ കാണാൻ പാടില്ല. അന്യ സ്ത്രീയുടെ മയ്യത്ത് അന്യ പുരുഷൻ കാണാൻ പാടില്ല. പിന്നെ എന്തിനാ ഉസ്താദേ നമ്മൾ അവിടെ പോകുന്നത്? അന്യപുരുഷന്മാർ അവിടെ പോകുന്നെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുന്നത് അവരുടെ മക്കളുണ്ടാകും. ആണുങ്ങളായ അവരുടെ സഹോദരങ്ങൾ വേണ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കുക, അതിനാണ് തഅസിയത്ത് എന്ന് പറയുന്നത്. അവരുടെ കൈക്ക് പിടിച്ചിട്ട് എന്ന് പറയൽ വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. നമ്മൾ അത് ചെയ്യാറില്ല. നമ്മൾ അവിടെ പോവും, അവിടെ ഇവിടെ തിരിഞ്ഞിങ്ങനെ നിൽക്കും. അൽഹംദുലില്ലാ, അത് കഴിഞ്ഞ് ഖബർ കൊണ്ടുപോയി മയ്യത്ത് ഖബറടക്കി നമ്മൾ പിരിയുകയാണ്. എന്നാൽ ആ ആശ്വാസത്തിന്റെ വാക്ക് പറയൽ മുഅ്മിനീങ്ങളെ, അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. നമ്മൾ ആലോചിക്കണം, ഒരു മയ്യത്തിനെ ഖബറടക്കാൻ കൂടെ പോവുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ എത്ര മയ്യത്തിന് പിന്നാലെ പോയോ അതുപോലെ മനുഷ്യന്മാർ നമ്മുടെ മയ്യത്ത് ആരോരുമില്ലാതെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ നമ്മുടെ പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഉണ്ടാകും. അത് നമ്മൾ ആലോചിക്കേണ്ട വസ്തുത തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് സാന്ദർഭികോചിതമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മയ്യത്ത് കാണൽ സുന്നത്തില്ല. അവിടെ ചെന്ന് അവിടെയുള്ള ബന്ധുക്കളെ ആശ്വസിപ്പിക്കൽ അത് സുന്നത്താണ്. തഅസിയത്ത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ നമ്മൾ കഫൻ ചെയ്യുന്ന സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അഫ്ളലായ രൂപം പുരുഷന്മാർക്ക് 3 കഷ്ണം തുണികളാണ്. 3 കഷ്ണം തുണികൾ നബിതങ്ങളെ കഫൻ ചെയ്യുമ്പോൾ അതിൽ നബിതങ്ങൾക്ക് ഖമീസ് ഉണ്ടായിരുന്നില്ല, തലപ്പാവ് ഉണ്ടായിരുന്നില്ല. 3 കഷ്ണം ലിഫാഫ് മാത്രമായിരുന്നു. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. തലപ്പാവ് ജായിസാണ്, പക്ഷേ തലപ്പാവ് ഇല്ലാതെ കഫൻ ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് മഹാന്മാർ ഫുഖഹാ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മുഅ്മിനീങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത്, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ പണ്ഡിതന്റെ മരണത്തിന്റെ ഘട്ടത്തിൽ വന്ന് ചുംബിച്ചു. ഉസ്താദ് ഇങ്ങനെ നിൽക്കുന്നു. ഖബറടക്കി കഴിഞ്ഞതിന് ശേഷമാണ് ആ മഹാപണ്ഡിതൻ അവിടെ നിന്ന് പോകുന്നത്. പോകാൻ നേരം മറ്റുള്ളവർ ചോദിച്ചു, അല്ല ഉസ്താദെ, നിങ്ങളും ഈ മനുഷ്യനുമായിട്ട്, ഈ പാവപ്പെട്ട മുസ്ലിയാരുമായിട്ട് എന്താ ബന്ധം? എന്ത് ബന്ധമാണുള്ളത്? ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഘട്ടത്തിൽ ഇവിടെ വരാൻ മാത്രം നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളതെന്ന് ചോദിക്കുമ്പോ മുഅ്മിനീങ്ങളെ, ആ ഉസ്താദ് പറയുകയാണ്, അതാ ഈ മനുഷ്യൻ അവസാനം ഉംറ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന സമയത്ത് ഇവരുടെ ഹജ്ജിന്റെ ഉംറയുടെ സംഘം മദീനത്ത് വന്നപ്പോ ഞാനൊരു നേതൃത്വത്തിന് അവിടെ ഉണ്ടായിരുന്നു. 4 ബസ്സുകളിലാണ് അവര് മദീനയിലേക്ക് വന്നത്. ആ 4 ബസ്സുകളിൽ വന്നിട്ട് എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും 4 ബസ്സുകളിലായിട്ട് കടന്നിട്ടുണ്ട്. അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കാണാനില്ല. കഴിഞ്ഞ വർഷമോ തൊട്ടു മുമ്പോ മരിച്ചു പോയ ഒരാളുടെ കാര്യമാ ഞാൻ പറയുന്നത്. മുഅ്മിനേ, ഈ ഉസ്താദിനെ കാണുന്നില്ല. അപ്പൊ ഇബ്രാഹിം ബാക്കവി ഉസ്താദ് അവിടെ ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള യാത്രക്കാരെല്ലാം കൂടെ പറഞ്ഞു, ഉസ്താദ് ഒരു കാര്യം ചെയ്യും, നമ്മളങ്ങ് പോയേക്കാം. ഉസ്താദ് അദ്ദേഹം സിയാറത്തൊക്കെ കഴിഞ്ഞ് ഒരാൾക്ക് വേണ്ടി 4 ബസ് ഇങ്ങനെ പിടിച്ചിടുക എന്ന് പറയുന്ന ഒരു പ്രയാസമല്ലേ, ഒരാളല്ലേ ഉള്ളൂ. അദ്ദേഹം വരുന്ന സമയത്ത് ഉസ്താദ് ഒരു ടാക്സി പിടിച്ചങ്ങ് വിട്ടാ മതി. ഉസ്താദിന് അറിയാമല്ലോ കാര്യം, അവരോട് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്തിറക്കാൻ പറഞ്ഞു വിട്ടാ മതി എന്ന് ഉസ്താദ് പറഞ്ഞു. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാനത് തർത്തീബ് ചെയ്തോളാം, നിങ്ങൾ വണ്ടി വിട്ടോളി എന്ന് പറഞ്ഞു. ഉസ്താദ് എന്നിട്ട് തിരക്കിയിറങ്ങി മദീനത്ത് മുത്തുനബി തങ്ങളുടെ റൗളാ ശരീഫിന്റെ അരികിലേക്ക് കടന്നു വന്നു. അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ
പണ്ഡിതൻ, ഒരുപാട് പേർക്ക് നന്മ ഉപദേശിക്കുന്ന പണ്ഡിതൻ, ഒരുപാട് പേരെ ആരും അറിയാതെ സഹായിക്കുന്ന പണ്ഡിതൻ അദ്ദേഹമുണ്ടോന്നറിയാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു മൂലയിൽ നിന്ന് അബ്ദുൽ ഖാദർ മുസ്ലിയാർ കണ്ണ് നിറഞ്ഞിട്ട് ഒലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഇബ്രാഹിം ബാക്കവി ഉസ്താദ് അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, മുസ്ലിയാരെ നിങ്ങളെ വണ്ടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ വാഹനമെല്ലാം മദീനയിൽ നിന്ന് ജിദ്ദയിലേക്ക് അവരുടെ 4 വണ്ടിയും പോയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ വാഹനം കയറ്റി അയക്കാമെന്ന് പറയുന്ന സമയത്ത് ആ മനുഷ്യനവിടുന്ന് പറയുന്നു, ഉസ്താദേ എന്റെ വണ്ടി പോവില്ല, എന്റെ വണ്ടി പോവില്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അല്ല വണ്ടിയെല്ലാം പറഞ്ഞു വിട്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്, ഇനി ഒരു വണ്ടിയും ബാക്കിയില്ല. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, എന്റെ വണ്ടി പോവില്ല, എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഒരുപാട് സിയാറത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പൊ ഞാൻ വന്നപ്പോ എനിക്ക് വലിയ വിഷമത്തോടെയാ ഞാൻ സിയാറത്ത് ചെയ്തത്. എന്റെ മുത്തുനബി തങ്ങളെ ഞാനിപ്പോ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. എന്റെ തങ്ങൾ എന്നോട് പറഞ്ഞത്, എന്റെ മനസ്സിൽ അപ്പോഴും ഇങ്ങനെ ഒരു ബേജാറുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, സമയം കഴിഞ്ഞല്ലോ, വാഹനം പോകുമോ എന്ന ബേജാറിൽ നിൽക്കുമ്പോ തങ്ങളാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ വാഹനം പോകൂല്ല എന്ന്. ഞാൻ ഞെട്ടി ഉണർന്ന് വരികയാണ്. അതാ മനുഷ്യന്റെ അവസാന സിയാറത്തായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് ഇങ്ങനെ അന്തം വിട്ടു. ഇതിങ്ങനെ പറയുന്നത് കേട്ടിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. ആ മനുഷ്യന്റെ കയ്യും പിടിച്ചിട്ട് ബസിന്റെ സമീപത്ത് വരുമ്പോ മറ്റ് 3 ബസ്സുകളും ജിദ്ദയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കയറാനുള്ള ബസിന്റെ ഒരു ടയർ പൊട്ടിയിട്ടതാ പഞ്ചറായിട്ട് അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഇത് യാദർച്ഛികതയാണോ? അല്ല, അല്ല. ഇങ്ങനെ മരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. സാധാരണക്കാരായി നമ്മൾ വില നൽകുന്നില്ലെങ്കിലും അവരുടെ ഖൽബിൽ അവർക്ക് ലഭിച്ച ഇൽമു കൊണ്ട് നല്ല നിലക്ക് ജീവിക്കുന്ന എത്രയോ പേരുണ്ടാകും. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മൾ മല പോലത്തെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിയണ്ട. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കരുണയെ തൊട്ട് നിങ്ങൾ ആശ മുറിയണ്ട. എത്ര വലിയ ഹറാം കണ്ടുപോയെങ്കിലും, എത്ര വലിയ ഹറാം പിടിച്ചു പോയെങ്കിലും, എത്ര വലിയ ഹറാം ചിന്തിച്ചു പോയെങ്കിലും, ചെയ്തു പോയെങ്കിലും, മുഅ്മിനീങ്ങളെ, നമ്മുടെ കൽബിലൊന്ന് നന്നാവാൻ ആഗ്രഹിച്ചു നോക്കൂ. പടച്ചവൻ നമുക്ക് വഴി തുറന്നു തരുമല്ലോ. 99 പേരെ കൊന്നവന് പടച്ചവൻ 100ാമതൊരു പുരോഹിതനെയും കൊന്ന് പൂർത്തീകരിച്ചിട്ടും പുറത്തു കൊടുത്തല്ലോ. നിങ്ങൾക്കറിയില്ലേ, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഗജപോക്കിരിയായി ജീവിച്ചയാളല്ലേ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് തെറ്റു ചെയ്യുന്നതിന് വേണ്ടി ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി മതിലിന്റെ മുകളിൽ കയറി നിൽക്കുന്ന സമയത്ത് അടുത്ത് നിൽക്കുന്ന മസ്ജിദിൽ നിന്നോ വീട്ടിൽ നിന്നോ ഒരു കൊച്ചു കുഞ്ഞ് പാരായണം ചെയ്യുകയാണ്. അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതേ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർക്ക് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച് ഇത്രയും കാലം അവൻ ഒരുപാട് പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇനി സമയമില്ലല്ലോ. ഖബറിലേക്ക് നമ്മൾ അടുത്തല്ലോ. 1 വർഷം കഴിഞ്ഞല്ലോ. ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവനിക്കതാ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് പേടിക്കാൻ സമയമായില്ലയോ? ഈ
ആയത്തങ്ങ് കേൾക്കുന്ന സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ഈമാനുള്ള മനുഷ്യനാണ്. പക്ഷേ ഒരുപാട് ഗജബോക്കിരിയായി ആ നാട്ടിലുള്ള കൊള്ള സംഘത്തിന്റെ തലവനെ പോലെ ജീവിച്ചയാളാണ്. എല്ലാവർക്കും പേടിയായിരുന്നു. ആ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ഈ ആയത്തങ്ങ് കേട്ടപ്പോ പെട്ടെന്നൊരു ഉൾവിളി വരികയാണ്, റബ്ബേ ഈ ഫുളൈൽ എത്ര തെറ്റു ചെയ്തു പോയി അല്ലാ, ഈ ഫുളൈൽ എത്ര പേരുടെ സമ്പത്ത് കവർച്ച ചെയ്തു പോയി അല്ലാ, ഈ ഫുളൈൽ മരിക്കുമല്ലോ അല്ലാ. ഫുളൈൽ തങ്ങള് കയറിയ ചവിട്ടടി അപ്പുറത്തേക്ക് ചാടുന്നില്ല, അവിടെ നിന്ന് തിരിച്ചു ചാടുകയാണ്. ഫുളൈൽ തങ്ങള് തിരിച്ചിറങ്ങിയിട്ട് പേടിക്കുകയാണ്, റബ്ബേ നീ എന്നെ കാണുന്നല്ലോ അല്ലാ. അവിടെ നിന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തിരിച്ചിങ്ങനെ നടന്നു വരികയാണ്. ഒരു മതിലിന്റെ സമീപത്തെത്തിയപ്പോ വിഷമിച്ചുകൊണ്ട് അവിടെ ഒരൽപ്പം അങ്ങ് ഇരുന്നു കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അപ്പോഴാണ് മതിലിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു യാത്രാ സംഘം അവിടെ നിന്നുകൊണ്ട് അവര് വിഷമം പറയുന്നു. ഒരാള് പറയുകയാണ്, അവര് കച്ചവടത്തിന് വേണ്ടി ദൂരെ എവിടെയോ പോയവരാ, തിരിച്ചു വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. പാതിരാത്രി ഒരാള് പറഞ്ഞു, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഈ രാത്രിയിൽ തന്നെ പോയാലോ എന്നൊരാള് ചോദിക്കുന്ന സമയത്ത് ആ സംഘത്തിലുള്ള മറ്റൊരാള് പറയുന്നു, പറ്റൂല പറ്റൂല, പോകുന്ന വഴിയിൽ ചിലപ്പോ ഫുളൈൽ നിൽക്കുന്നുണ്ടാകും. ആ ഫുളൈൽ നമ്മളോട് ചോദിച്ചാൽ ആ ഫുളൈലിന്റെ കൊള്ള സംഘം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ കച്ചവടം ചെയ്തുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ആ ഫുളൈലിന് കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് പറ്റൂല. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുന്ന സമയത്ത് വീണ്ടും വിഷമം കൂടുകയാണ്. അപ്പുറത്ത് നിൽക്കുന്ന സംഘം ആരെക്കുറിച്ചാ പറയുന്നത്? ഈ പാവപ്പെട്ട ഫുളൈലിനെ ഓർത്തിട്ടാണല്ലോ അവരവിടെ ഒളിച്ചുകൊണ്ട് നിൽക്കുന്നത്. രാത്രി അവിടെ നിന്ന് നാട്ടിലേക്ക് യാത്ര പോകാതെ വിഷമിച്ച് നിൽക്കുന്നത് ഈ പാവപ്പെട്ട ഫുളൈലിനെ ഓർത്തിട്ടാണല്ലോ. റബ്ബേ എന്നോർത്തുകൊണ്ട് ഫുളൈൽ തങ്ങൾ വീണ്ടും പൊട്ടി പൊട്ടി കരയുകയാണ്, എനിക്ക് നന്നാകണമല്ലോ. അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ അവിടെ നിന്ന് പടച്ച റബ്ബിനോട് നസൂഹായ തൗബ ചെയ്യുന്നു. പിന്നെ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായിട്ട് ഇന്നും അവിടത്തെ പേര് കേൾക്കുമ്പോ, ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് കേൾക്കുമ്പോ നമ്മൾ പറഞ്ഞു പോകുന്നു, റളിയല്ലാഹു അൻക യാ ഫുളൈൽ റളിയല്ലാഹു അൻഹു. ഓ ഫുളൈൽ തങ്ങളെ, നിങ്ങളെ തൊട്ട് അല്ലാഹു തൃപ്തിപ്പെട്ടു പോയല്ലോ, നിങ്ങളെ തൊട്ട് അല്ലാഹു പൊരുത്തപ്പെട്ടു പോയല്ലോ എന്ന് ഇന്നും നമ്മൾ പറയുകയാണെങ്കിൽ മുഅ്മിനീങ്ങളെ, ആ നിലക്കുള്ള ഒരു ജീവിതവും മരണവുമാണ് നമുക്ക് വേണ്ടത്. ആ ഫുളൈൽ തങ്ങൾ ഒരുപാട് തെറ്റ് പ്രവർത്തിച്ചവരാ, പക്ഷേ നന്നാകാൻ ഒരു തടസ്സവും ഉണ്ടായില്ല. അള്ളാഹുവിനെ ഓർത്തപ്പഴങ്ങ് നന്നായി. പിന്നെ ലോകം കണ്ട ഔലിയാക്കളുടെ ശ്രേണിയിലെ നേതാവായിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ മാറാൻ കഴിഞ്ഞെങ്കിൽ നമുക്കും നമ്മുടെ മരണത്തിന്റെ ഘട്ടത്തിൽ പടച്ച റബ്ബ് തൃപ്തിപ്പെടുന്ന നിലയ്ക്ക് മരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് എന്ത് പണിയൊക്കെ നമ്മൾ ചെയ്യണമോ അതൊക്കെയും ചെയ്യണേ ഉമ്മമാരെ. അപ്പോഴാണ് നമുക്ക് രക്ഷയുടെ വാതായനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു നൽകുന്നത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ രക്ഷ കൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കുക. മുഅ്മിനീങ്ങളെ, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്, പക്ഷേ നമുക്ക് സമയം അതിനൊന്നും അനുവദിക്കുന്നില്ലല്ലോ. വളരെ പെട്ടെന്ന് ഈ മജ്ലിസ്, ഈ വർത്തമാനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന നിലയ്ക്ക് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ മരണത്തിന്റെ ഘട്ടങ്ങളല്ലേ നമ്മൾ പറഞ്ഞത്. പല
മഹാന്മാരും മരിച്ചതിന്റെ ഘട്ടം പറഞ്ഞല്ലോ. മുത്തുനബി തങ്ങളുടെ വഫാത്തിന്റെ ഘട്ടത്തിൽ എല്ലാവരും പേടിക്കുകയാണ്. അതാ അബൂബക്കർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് എന്ത് പ്രവർത്തിക്കണമെന്നറിയാതെ പറയുന്നു. ആരെങ്കിലും മുത്തുനബി തങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അഖ്തുലു ബിസൈഫി ഹാദാ, എന്റെ ഈ വാളുകൊണ്ടവനെ കൊല്ലുമെന്ന് പറയുകയാണ്. അതേ സമയത്തതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അഖ്റസ ഉസ്മാൻ തങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. കുറച്ചു നേരത്തേക്ക് ഒരു നാപ്പൊട്ടനെ പോലെ സംസാരിക്കാൻ കഴിയാതെ മാറുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും ഇരുന്നു പോയി. അതേസമയം സ്ഥൈര്യത്തോടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വരുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് വരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതാ നബി തങ്ങൾ കിടക്കുന്നു. സിദ്ദീഖ് തങ്ങൾ സമാധാനത്തോടെ, വിഷമമുണ്ട്, വല്ലാത്ത വിഷമമുണ്ട്, മുത്തുനബി തങ്ങളുടെ സമീപത്തേക്ക് വരികയാണ്. അതാ പുതപ്പിട്ട് മൂടിയിരിക്കുന്ന ആ മുകളിലുള്ള വസ്ത്രം മാറ്റി മുത്തിന് ഫഖബ്ബലഹു, നബി തങ്ങളെ ഒന്ന് ചുംബിക്കുന്നു. സിദ്ദീഖ് തങ്ങളോളം നബി തങ്ങളെ സ്നേഹിച്ച ഒരാളുണ്ടോ മുഅ്മിനീങ്ങളെ? അതുകൊണ്ടല്ലേ സിദ്ദീഖ് തങ്ങൾ മരിക്കുന്നത് എങ്ങനെയാ? ആ നബി തങ്ങളുടെ അടുക്കൽ വന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, ഉദ്കുർനാ ഇൻദ റബ്ബിക യാ റസൂലല്ലാഹ്. നബിയേ, തങ്ങള് വിട പറയുകയാണല്ലോ. തങ്ങളെ ഇന്നേ വരെ സിദ്ദീഖിന് തങ്ങൾക്ക് രോഗം ബാധിക്കുമ്പോ നബി തങ്ങളെ കാണുമ്പോഴേക്ക് സിദ്ദീഖിന് രോഗം വരികയാണ്. നബി തങ്ങളെ രോഗം മാറി സിദ്ദീഖ് തങ്ങളെ സന്ദർശിക്കാൻ ചെല്ലുന്ന സമയത്ത് അതാ സിദ്ദീഖ് തങ്ങൾ അത് ആരോഗ്യമുള്ള നബി തങ്ങളെ കാണുമ്പോഴേക്ക് രോഗം മാറിപ്പോകുന്ന തങ്ങൾ പറയുകയാണ്, നബിയേ, അല്ലാഹുവിങ്കല് നമ്മളെ മറന്നു പോവല്ലേ നബിയേ. ഉദ്കുർനാ ഇൻദ റബ്ബിക, റബ്ബിന്റെ അടുക്കൽ നമ്മളെ കുറിച്ച് പറയണേ നബിയേ. അങ്ങനെ നബി തങ്ങളെ ഖബറടക്കി കഴിയുന്നു. സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിന്റെ ഘട്ടം എങ്ങനെയാ? സിദ്ദീഖുൽ അക്ബർ തങ്ങള് മരിക്കുന്നത് അവിടത്തേക്കും ഷഹീദിന്റെ പ്രതിഫലമാണ്. കാരണം ഗോർ സൗറിന്റെ ഉള്ളിൽ നബിതങ്ങളും സിദ്ദീഖ് തങ്ങളും മാത്രമുണ്ടായിരുന്ന സമയത്ത് ഒരു പാമ്പ് കുത്തിയിരുന്നല്ലോ. ആ വിഷത്തിന്റെ സ്വാധീനം കൊണ്ടാണ് മഹാനവർകൾ വഫാത്താകുന്നത്. അപ്പൊ പറഞ്ഞു, അവരൊക്കെ വിനയത്തോടെ സംസാരിച്ചവരാണ്. സിദ്ദീഖ് തങ്ങൾ പറയുകയാണ് കൂട്ടുകാരോട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നബി തങ്ങളുടെ റൗദാ ശരീഫിന്റെ മുന്നിൽ ഈ പാവപ്പെട്ട സിദ്ദീഖിന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുവയ്ക്കണം. എനിക്ക് ആ തങ്ങളോടൊപ്പം കിടക്കാൻ അർഹതയുണ്ടോ എന്നറിയില്ല. ആരാ പറയുന്നത്? മുഅ്മിനീങ്ങളെ, നബി തങ്ങളെ ഏറ്റവും സ്നേഹിച്ച ഈ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് സിദ്ദീഖ് തങ്ങളല്ലേ. അവിടുന്ന് പറയുന്നത്, എന്നെ നിങ്ങൾ നബി തങ്ങൾ അടുക്കൽ ഖബറടക്കാൻ പോകുമ്പോ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിന് അർഹതയുണ്ടോ എന്നറിയൂല. നിങ്ങൾ ആ ബാബു ഷരീഫിന്റെ മുന്നിൽ കൊണ്ടെന്റെ മയ്യത്ത് കെട്ടിൽ വെക്കണം. ആ സമയത്ത് വാതിൽ തുറക്കപ്പെട്ടാൽ മാത്രം എന്റെ തങ്ങളോടൊപ്പം എന്നെ ഖബറടക്കം ചെയ്യണം, അല്ലെങ്കിൽ എന്നെ അവിടെ ഖബറടക്കരുത്. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് തങ്ങളുടെ മയ്യത്ത് കെട്ടിൽ അവിടെ കൊണ്ടുവെക്കുമ്പോ ഫുത്തിഹൽ ബാബ്, ആ വാതിലതാ തനിയെ തുറക്കപ്പെടുകയാണ്. മൻ ഫതഹ ലാ യഅലം, ആരാ തുറന്നതെന്ന് ആർക്കും തന്നെ അറിയില്ല. ഇതുപോലെ തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. മരണത്തിന്റെ ഘട്ടത്തിൽ അവർ വിഷമിക്കുന്നു. സ്വന്തം മകന്റെ മടിയിൽ തലയെടുത്ത് വെച്ചപ്പോ പറഞ്ഞു, എന്റെ തല ഭൂമിയിലേക്ക് വെക്കൂ.
അങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും പറഞ്ഞത്, കഴിയുമെങ്കിൽ എന്നെ മുത്തുനബി തങ്ങളുടെ അടുക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒന്നുകൂടി അനുമതി ചോദിച്ചിട്ട് ഖബറടക്കണമെന്നാണ്. അവരൊക്കെ ഈ മരണത്തിന്റെ ഘട്ടത്തിൽ വിനയത്തോടെ സംസാരിച്ചവരാണെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമുക്കെന്താണുള്ളത്? നമ്മൾ നിസ്കരിച്ച വലിയ കണക്ക് പറയാനുണ്ടോ? വലിയ നോമ്പെടുത്ത കണക്ക് നമുക്കുണ്ടോ? ഏതെങ്കിലുമൊക്കെ പാവങ്ങളുടെ കണ്ണീരൊപ്പിയ കഥ നമുക്കുണ്ടോ? വലുതായൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു നിസ്കാരവും നമ്മൾ ഖളാ ആക്കാനും പാടില്ല. ഒരു നോമ്പിന്റെ ദിവസങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത്, കടന്നു വരുന്നത്. ആ നോമ്പുകളൊക്കെയും നല്ല രൂപത്തിൽ നമ്മൾ പിടിച്ചു വീട്ടണം. സക്കാത്ത് നമ്മൾ കൊടുക്കണം. ഹറാമായ ഒന്നിലേക്കും നമ്മൾ ഇടപെടാൻ പാടില്ല. ഈ പുതിയ കാലമെന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിനെ ഓർത്ത് ജീവിക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞില്ലേ, കൽഖാബിദി അലൽ ജംറാ, തീക്കട്ട കയ്യിൽ പിടിക്കുന്നതിനോളം സമാനമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഈമാനിനെ കുറിച്ച് ജാഗരൂകരായിരിക്കണം. ഒരു വിധത്തിലുള്ള ബിദ്അത്തിലോ യുക്തിവാദത്തിലോ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമുക്ക് പടച്ച റബ്ബ് ചോദിക്കാതെ തന്ന ഈമാൻ മരണത്തിന്റെ ഘട്ടം വരെ നിലനിർത്തിയിട്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉരുവിട്ടിട്ട് നമുക്ക് മരിക്കണം. അങ്ങനെ നമ്മളെ ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് അതാ മാലാഖമാര് വരുന്നുണ്ടല്ലോ. നമ്മളെ ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇരുത്തിയിട്ടവര് ചോദിക്കുമല്ലോ, നമ്മുടെ റൂഹിനോടവര് ആരായുമല്ലോ. ഒരു രൂപം കാണിച്ചു തരികയാണ്. ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം കാണിച്ചിട്ട് പറയുന്നു, ഇദ്ദേഹത്തിനെ അറിയുമോ? ഇദ്ദേഹത്തെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ സാലിഹീങ്ങൾ പറയും, ഹദാ അബ്ദുല്ലാഹ് വറസൂലുഹു, ഇതല്ലാഹുവിന്റെ അടിമയാണ്, അവന്റെ റസൂലാണ്, എന്റെ മുത്തായ തങ്ങളാണെന്നവർക്ക് പറയാൻ കഴിയും. എന്നാൽ നബി തങ്ങളെ അംഗീകരിക്കാത്ത മുനാഫിഖീങ്ങൾ, കുഫാറുകൾ, അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ലാദിരി, എനിക്കറിയൂല. അപ്പൊ മലക്കുകൾ ഇരുമ്പിനാലുള്ള വലിയ ദണ്ടുകൾ കൊണ്ടവരെ ശിക്ഷിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഉൻദുർ ഇലാ മഖഅദിക മിനൽ ജന്ന, ഓ നിർഭാഗ്യവാനേ, നിനക്ക് പടച്ച റബ്ബ് ഒരുക്കി വെച്ചിരുന്ന സ്വർഗം നീ കണ്ടില്ലേ? ഖദ് അബ്ദലകല്ലാഹു ബിഹി മഖഅദൻ മിനന്നാർ, നിനക്ക് സത്യം പറയാൻ കഴിയാത്തത് കൊണ്ട് അല്ലാഹു നിനക്ക് നരകം ഇതാ നരകത്തിൽ സീറ്റുറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്യാൻ കഴിയുന്ന നന്മകളൊക്കെയും ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ആരും കൂട്ടിനില്ലാത്ത ഖബറില് എല്ലാവരും കൈയൊഴിഞ്ഞ് നമ്മളെ ഒറ്റക്കഥാ ഖബർസ്ഥാനിലേക്ക് 6 അടി മണ്ണിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷത്തോടെ അവിടെ കിടക്കാം. റഹ്മാനായ റബ്ബേ, നമ്മളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹ്, ഈ സദസ്സിൽ തന്നെ പ്രിയമുള്ള അബ്ദുസലാം ഉസ്താദ് അടക്കം എന്റെ മാമച്ചിയാണ്, അങ്ങനെ ഒരുപാട് നമ്മുടെ ബന്ധുക്കൾ ഇവിടെയുണ്ട്. അല്ലാഹുവേ, അതുപോലെ ഈ നാട്ടുകാർ എല്ലാവരും ബന്ധമുള്ളവരാണ്. നമ്മളെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സഹോദരങ്ങളാണല്ലോ. നമ്മളിൽ ഒരാൾ ഒഴിഞ്ഞു പോകാൻ
ചെയ്യാതെ നാളെ ഖബറിന്റെ ഉള്ളിൽ രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ ഒക്കെയും ഖബറിൽ അല്ലാഹു സന്തോഷവും ആനന്ദവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ പള്ളിയോട് ചേർന്നുകൊണ്ട് കുറച്ച് ഫില്ലറൊക്കെ ഇട്ട് അവിടെ മറ്റു മജ്‌ലിസുകൾക്കും സ്ത്രീകൾക്കൊക്കെ ഇരിക്കാനും